നമസ്കാരം. അഴിമതി നമ്മുടെ സംവിധാനങ്ങളെ ആകെ ഗ്രസിച്ചിരിക്കുകയാണ്. അഴിമതിക്ക് കൂട്ടുനിൽക്കാത്തതിനാൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ജീവൻ ഒടുക്കിയെന്ന വാർത്ത ഞെട്ടിക്കുന്നതാണ്. ആ വാർത്തയുടെ വിശദാംശങ്ങളാണ് സ്പോട്ട് ലൈവ് ആദ്യം പരിശോധിക്കുന്നത്. സ്വാഗതം സ്പോട്ട് ലൈവിലേക്ക്. തിരുവനന്തപുരത്ത് പോലീസ് ടെലികമ്മ്യൂണിക്കേഷൻ CI ജെയ്സൺ അലക്സിന്റെ മരണത്തിൽ അന്വേഷണത്തിന് നീക്കമാവുകയാണ്. അഴിമതിക്ക് കൂട്ടുനിൽക്കാത്തതിലുള്ള സമ്മർദ്ദം കാരണമാണ് ജെയ്സൺ മരിച്ചതെന്ന കുടുംബത്തിന്റെ ആരോപണത്തിലാണ് ഇനി അന്വേഷണം നടക്കാൻ പോകുന്നത്. പോലീസിന്റെ വയർലെസ് സംവിധാനം പരിഷ്കരിക്കുന്നതിൽ അഴിമതി നടന്നുവെന്നാണ് ആരോപണം ഉയരുന്നത്. തിരുവനന്തപുരം കഴക്കൂട്ടം സ്വദേശിയായ ജെയ്സന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. ജോലിയിൽ നല്ല സമ്മർദ്ദം ഉണ്ടായിരുന്നുവെന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ടെന്ന് ജെയ്സന്റെ അമ്മ പ്രതികരിച്ചു. 6 കോടി രൂപയുടെ സാധനങ്ങൾ വാങ്ങിയതിന്റെ ബില്ലിൽ ഒപ്പിട്ട് കൊടുക്കാൻ മുകളിൽ നിന്നും സമ്മർദ്ദം ഉണ്ടായിരുന്നതായും അമ്മ പറയുന്നു. ആദ്യം ആ അമ്മയുടെ പ്രതികരണത്തിലേക്ക്. ജോലിയുടെ ഭാരം കൊണ്ട് തന്നെ, ജോലിയുടെ പ്രഷർ കൊണ്ട് തന്നെ അവൻ മരിക്കാൻ കാരണം, വേറൊരു കാരണമല്ല. ജോലിയുടെ പ്രഷർ എന്നെ വിളിക്കും. എനിക്ക് ഈ ജോലി മൂളിൽ നിന്നുള്ള പ്രഷർ എനിക്ക് സഹിക്കാൻ വയ്യ അമ്മ, എനിക്ക് ഭയങ്കര ടെൻഷനാണ്, ഞാൻ ലീവ് എടുത്തങ്ങ് വരട്ട, ഇതൊക്കെയാണ് അവൻ ചോദിക്കുന്നത്. അവന് പ്രഷർ തന്നെ, യാതൊന്നുമല്ല, പ്രഷർ തന്നെ അവന്, അല്ലാതൊന്നുമല്ല. പറഞ്ഞിട്ടുണ്ട്. ഈ 6 കോടിയുടെ പ്രോജക്റ്റ് അത് മോളിൽ നിന്ന് പ്രഷറുണ്ട്, അത് ഓക്കെ ആണെന്ന് ഒപ്പിട്ട് കൊടുക്കണമെന്ന്. അവൻ ഒപ്പിട്ട് കൊടുത്തില്ല. അതിന് മോളിൽ നിന്ന് പ്രഷറുണ്ട്. അത് ശരിയല്ല, അത് ശരിയായിട്ടുള്ള എല്ലാം ചെയ്തിരിക്കുന്നത്. വെളിയിൽ നിന്നൊരു ഒരു ഒരു പ്രൈവറ്റ് കമ്പനിക്കാർ വന്ന് ചെയ്യുന്നുണ്ട്, ഇവരെ ഹെൽപ്പ് ചെയ്യാൻ വരുന്നുണ്ട്. അപ്പോൾ അവരിതെങ്ങനെയെങ്കിലും ആക്കി കൂട്ടി ഇട്ട് കൊടുത്തുകൊണ്ട് കാശ് മത്സ്യ പോകും. അപ്പോൾ അതെല്ലാം ഇവൻ്റെ തലയിൽ വരും. അതുകൊണ്ട് അത് ശരിയല്ലാത്തതുകൊണ്ട് ഒപ്പിട്ട് കൊടുത്തില്ല, ഒപ്പിട്ട് കൊടുക്കത്തില്ലെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അത് ശരിയല്ലാത്ത എന്താണെന്ന് മേലുദ്യോഗസ്ഥരെ ധരിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ അവർ നടപടിയെടുക്കാൻ എന്തിനീ പ്രഷർ കൊടുത്തണ്ട മോനെ. ഇനി കേരളത്തിൽ ഒരു പോലീസുകാരനും ഇങ്ങനെ ഒരു ദുരന്തം വരാൻ പാടില്ല ഈ പ്രഷർ കാരണം. എന്തിന് അങ്ങനെ ഭാരിച്ച ജോലി ചെയ്യിപ്പിക്കുന്നത്? ആ ഭാരിച്ച ജോലി എന്തിനു ചെയ്യിപ്പിക്കുന്നത്? വി അരുൺ കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. അരുൺ, CI ജെയ്സൺ ആത്മഹത്യ ചെയ്തതിൽ ഉദ്യോഗസ്ഥ തലത്തിൽ നിന്ന് ജെയ്സൺ നേരിട്ട സമ്മർദ്ദം തന്നെയാണ് എന്ന് തറപ്പിച്ച് പറയുകയാണ് ജെയ്സന്റെ അമ്മ. അതിൽ വെറുതെ ഒരു ആരോപണമല്ല, കൃത്യമായി ഏത് വിഷയത്തിന്റെ മുകളിലാണ് സമ്മർദ്ദം നേരിട്ടിരുന്നത് എന്നതിന് വ്യക്തമായ ഉത്തരം ആ അമ്മയുടെ പക്കൽ ഉണ്ട് എന്നതാണ് വാസ്തവം. പക്ഷേ ഇതിപ്പോൾ ഈ ഘട്ടത്തിലും ഒരു ആരോപണമായി തന്നെ മാത്രം അവശേഷിക്കുകയാണ്. അഴിമതി ആരോപണത്തിന് അല്ലെങ്കിൽ അഴിമതിക്ക് കൂട്ടുനിൽക്കാത്തതിന്റെ പേരിൽ നമ്മുടെ നാട്ടിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ആത്മഹത്യ ചെയ്യേണ്ട ഗതികേടിലേക്ക് എത്തി എന്ന് പറയുന്നത് തന്നെ നമ്മുടെ നാടിനൊന്നാകെ നാണക്കേടാണ്. പക്ഷേ ഈ ആരോപണത്തിന്റെ അടിസ്ഥാനം എന്താണ്? ഈ അമ്മ ഉന്നയിക്കുന്ന അഴിമതിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചൊക്കെ പുറത്തു വരേണ്ട ഒരുപാട് ഉത്തരങ്ങളുണ്ട് ഇനിയും ബാക്കി. എന്താണ് പ്രാഥമികമായി ഈ വിഷയത്തിൽ നമുക്ക് മുന്നിലുള്ള നിഗമനങ്ങൾ അല്ലെങ്കിൽ ഉത്തരങ്ങൾ? ആര്യ, ജെയ്സൺ അലക്സ് തിരുവനന്തപുരത്ത് പോലീസ് ടെലികമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിലെ സർക്കിൾ ഇൻസ്പെക്ടറാണ്. വളരെ പ്രധാനപ്പെട്ട ചുമതലകൾ അദ്ദേഹത്തിന് അടുത്തിടെ വകുപ്പ് നൽകുകയും ചെയ്തു. ഇന്നലെ അദ്ദേഹം രാവിലെ ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് പോവുകയും അവിടെ പോലീസ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ പറയാതെ പോയത്. കാരണം ഇന്ന് അമിത്ഷാ കേന്ദ്ര ആഭ്യന്തരമന്ത്രി തലസ്ഥാനത്തുള്ള ദിവസമാണ്. അവിടെ ഈ വയർലെസ് സംവിധാനത്തിൻ്റെയൊക്കെ ചുമതല അദ്ദേഹത്തിന് വളരെ പ്രധാനപ്പെട്ട ചുമതലയിൽ ജോലി ചെയ്ത ഉദ്യോഗസ്ഥനാണ്, ഡ്യൂട്ടിയുള്ള ഉദ്യോഗസ്ഥനാണ്. അതുകൊണ്ട് തന്നെ പറയാതെ പോയതുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ വീട്ടിൽ അന്വേഷിച്ചെത്തുകയും അങ്ങനെ നോക്കുമ്പോൾ അദ്ദേഹം മരിച്ചതായി കണ്ടെത്തുകയും ആയിരുന്നു. ഏതായാലും ഇതിൽ നമുക്ക് സംസ്ഥാനത്ത് ജോലിയുടെ അമിതഭാരം കാരണം, ജോലി സമ്മർദ്ദം കാരണം പോലീസ് ഉദ്യോഗസ്ഥർ ആത്മഹത്യ ചെയ്യുന്നത് ഒരു പുതിയ സംഭവമല്ല. നിരന്തരം അത്തരം ആത്മഹത്യകൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവിടെ ഒരു വ്യത്യസ്തതയുള്ളത് ഈ ജോലി ഭാരം, ജോലി സമ്മർദ്ദത്തിന് അപ്പുറത്തേക്ക് അഴിമതിക്ക് കൂട്ടുനിൽക്കാത്തതിൻ്റെ പേരിൽ സമ്മർദ്ദമുണ്ടായിരുന്നു, അഴിമതി തടയാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ സമ്മർദ്ദമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് തൻ്റെ മകൻ ആത്മഹത്യ ചെയ്തതെന്നാണ്
ജെയ്സന്റെ അമ്മ ഇന്നലെ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ഭാര്യയും ഇന്ന് ആ രീതിയിൽ പ്രതികരണം മറ്റു കുടുംബാംഗങ്ങളും നടത്തുന്നുണ്ട്. ഏതായാലും ഇപ്പോഴും ആര് പറഞ്ഞതുപോലെ ഇതൊരു ആരോപണം മാത്രമാണ്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അത്തരത്തിൽ ഒരു അഴിമതിയും നടന്നിട്ടില്ല, അത്തരത്തിൽ ഒരു സമ്മർദ്ദവും ജെയ്സന് മേൽ ഉണ്ടായിരുന്നില്ല എന്ന് പറയുകയാണ്. ഇനി അറിയേണ്ടത് എന്താണ് ഇദ്ദേഹത്തിന്റെ ഈ മരണത്തിന് കാരണമായി മാറിയത്. അദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തിയായി ഇന്ന് അദ്ദേഹത്തിന്റെ ജന്മനാടായ കുണ്ടറയിൽ സംസ്കാരം നടക്കും. അതിനുശേഷം പോലീസ് ഇതിൽ അന്വേഷണം നടത്തും. കുടുംബം മുഖ്യമന്ത്രിക്ക് പരാതി നൽകാനും ഒരുങ്ങുന്നുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് അറിയണം. കാരണം അവരുടെ ഇപ്പോഴും ഉറച്ച ആരോപണം ഈ 6 കോടി രൂപ അവിടെ ഒരു അഴിമതി നടന്നിട്ടുണ്ട്. 6 കോടി രൂപയുടെ പദ്ധതിയിൽ അഴിമതി നടന്നിട്ടുണ്ട്. അതായത് സംസ്ഥാനത്തെ പോലീസിൻ്റെ വയർലെസ് സംവിധാനം പരിഷ്കരിക്കുകയാണ്. നഗരത്തിലെ വയർലെസ് സംവിധാനം പരിഷ്കരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് വലിയ മാറ്റങ്ങൾ 6 കോടി രൂപയുടെ ഒരു പദ്ധതിയാണ് ഇവിടെ നടപ്പാക്കുന്നത്. അതിൽ സിറ്റി പോലീസ് കമ്മീഷണർ ഇതിൻ്റെ പരിഷ്കരണത്തെ പറ്റി പഠിക്കാനും അതുമായി നടപ്പാക്കാനും ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥരിലെ ആ ടീമിൽ അംഗമായിരുന്നു ജെയ്സണും. അതിൽ ഒരു കമ്പനിക്ക്, സ്വകാര്യ കമ്പനിയാണ് ഈ വൈറസ് സംവിധാനങ്ങൾ പരിഷ്കരിക്കുന്നതിന് നേതൃത്വം കൊടുക്കുന്നത്. അവിടെ അവർക്ക് അനുമതി നൽകാൻ അവരുടെ സംവിധാനങ്ങളെല്ലാം ക്ലിയറാണ്, പക്കയാണ് എന്ന് അല്ലെങ്കിൽ ശരിയാണ് എന്ന് ഉള്ള സർട്ടിഫിക്കറ്റ് നൽകണം. അതിൽ എന്നാൽ യഥാർത്ഥ സംഭവം അങ്ങനെയല്ല. അതിൽ അതിൽ പോരായ്മകളുണ്ട്. അത് ജെയ്സൺ ചൂണ്ടിക്കാട്ടി. പക്ഷേ അതിനപ്പുറത്തേക്ക് അത് എല്ലാം ശരിയാണ്, ഓക്കെയാണെന്ന് സർട്ടിഫൈ ചെയ്യാൻ ജെയ്സന് പേര് സമ്മർദ്ദമുണ്ടായിരുന്നു എന്നാണ് കുടുംബത്തിൻ്റെ ആരോപണം. ഏതായാലും ഇതുവരെയും പോലീസ് അത്തരമൊരു കാര്യം സ്ഥിരീകരിക്കുന്നത്, അല്ലെങ്കിൽ അതിന് ഒരു അഴിമതി ഉള്ളതായി പോലും പോലീസ് സ്ഥിരീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ആരോപണമായി മാത്രമേ നിൽക്കുന്നു. പക്ഷേ ഒരു നഗരത്തിലെ പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥ, സർക്കിൾ ഇൻസ്പെക്ടർ പറയുമ്പോൾ അത്ര കീഴുദ്യോഗസ്ഥനല്ല, ഓഫീസർ റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ, ആ ഉദ്യോഗസ്ഥൻ ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്തതിൻ്റെ കാരണം തന്നെ കണ്ടെത്തേണ്ടതാണ്. അതിന് മറ്റൊരു ജോലി സമ്മർദ്ദമാണോ അല്ലെങ്കിൽ അതിനപ്പുറത്തെ കാരണങ്ങളുണ്ടോ, അതുമല്ല ഈ അഴിമതിക്ക് ഉന്നത ഉദ്യോഗസ്ഥർ നിർബന്ധിച്ച് അതിന് നിൽക്കാത്തത് ഉദ്യോഗസ്ഥരെതിരെ വലിയ സമ്മർദ്ദമുണ്ട്, അതാണോ കാരണമെന്നൊക്കെ അറിയേണ്ടിയിരിക്കുന്നു. ഏതായാലും ഗൗരവമുള്ളൊരു വിഷയം തന്നെയാണ്. ഈ ജെയ്സന്റെ കുടുംബം ഇന്നോ നാളെയോ മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകും. മുഖ്യമന്ത്രി ഒരു ഓഫീസിൽ പരാതി നൽകും. അങ്ങനെയെങ്കിൽ സർക്കാർ തലത്തിൽ അന്വേഷണം നടത്തുമെന്ന് ഉറപ്പാണ്. കഴക്കൂട്ടം പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ ഒരു ആത്മഹത്യ നടന്നിരിക്കുന്നത്. കഴക്കൂട്ടം പോലീസുമാർ അന്വേഷണം ആരംഭിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും വളരെ ഗൗരവമുള്ളൊരു ആരോപണമാണ് കുടുംബം ഉന്നയിക്കുന്നത്. ഒരു അഴിമതിക്ക് കൂട്ടുനിൽക്കാത്തതിൻ്റെ പേരിൽ സംസ്ഥാനത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥർ, പ്രത്യേകിച്ച് പോലീസ് ഉദ്യോഗസ്ഥരെ, ഉന്നത ഉദ്യോഗസ്ഥരുടെ പീഡനം, മാനസിക പീഡനം ഏൽക്കേണ്ടി വന്നു. ആ സമ്മർദ്ദം താങ്ങാൻ അദ്ദേഹം ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ അതീവ ഗുരുതരമായ വിഷയമാണ്. അത് എത്രത്തോളം വസ്തുതയുണ്ട് എന്ന് അന്വേഷണത്തിലൂടെ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. ഏതായാലും ഇന്നും നാളെയുമായൊക്കെ പോലീസിൻ്റെ അന്വേഷണം ഉണ്ടാകും. ഇപ്പോൾ അസ്വാഭാവിക മരണത്തിന് മാത്രമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഈ കുടുംബത്തിൻ്റെ പരാതി ലഭിച്ചാൽ അത്തരം കാര്യങ്ങളിലേക്ക് കൂടി അന്വേഷണം പോകാൻ ശേഷം മാത്രമേ ഇതിന് വസ്തുത പുറത്തു വരികയുള്ളൂ. ഇപ്പോൾ ഒരു ആരോപണമായി മാത്രമേ നമുക്ക് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ കഴിയൂ. അതെ അരുൺ, എന്തായാലും ഗുരുതരമായ വിഷയമാണ്. കുടുംബം ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിന്റെ മേലിൽ അന്വേഷണം നടക്കേണ്ടത് ആവശ്യവുമാണ്. സ്വാഭാവികമായും ഇത്തരത്തിലൊരു ജോലി സമ്മർദ്ദം ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ജെയ്സന്റെ സഹപ്രവർത്തകർക്കും അതേക്കുറിച്ച് കുറച്ചെങ്കിലും ബോധ്യമുണ്ടാകണം, അറിവുണ്ടാകണം. ഇതിപ്പോൾ നമുക്ക് നടന്ന സംഭവങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഡ്യൂട്ടിക്കിടയിൽ നിന്ന് അവിടെ പെട്ടെന്ന് ഇറങ്ങിപ്പോയാണ് ജെയ്സൺ ഈ കൃത്യം ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ പെട്ടെന്ന് ജെയ്സന്റെ മനസ്സിനെ താളം തെറ്റിക്കുന്ന, സങ്കടപ്പെടുത്തുന്ന എന്തെങ്കിലും സംഭവങ്ങൾ ആ നിമിഷം ആ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായോ എന്ന ഒരു ചോദ്യം കൂടി അവശേഷിക്കുകയല്ലേ? മറ്റ് സഹപ്രവർത്തകർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരങ്ങൾ പങ്കുവെക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും അത്തരം പല കാര്യങ്ങളും പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. നിലവിൽ പോലീസ് ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട ഒരു വിവരങ്ങളും പങ്കുവയ്ക്കുന്നില്ല. അന്വേഷണത്തിൻ്റെ പ്രാഥമിക ഘട്ടമാണ്. ഇത്തരം ഒരു പരാതി മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. പോലീസ് അന്വേഷിച്ച ശേഷം അതിലേക്ക് കടക്കാം. അതായത് ഈ ജെയ്സന്റെ സംസ്കാരമൊക്കെ നടന്ന ശേഷം മറ്റു കാര്യങ്ങളിലേക്ക് അന്വേഷണം കടക്കാമെന്നൊരു അഭിപ്രായമാണ്, നിലപാടാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഏതായാലും അദ്ദേഹം സംസ്കാരം ഇന്ന് വൈകുന്നേരത്തോടുകൂടി അദ്ദേഹം ജന്മനാടായ കുണ്ടറയിൽ നടക്കും. അതിനുശേഷം ഈ കുടുംബം പോലീസിൽ പരാതി നൽകുകയും മുഖ്യമന്ത്രിക്കും പരാതി നൽകും. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാകും തുടരന്വേഷണത്തിലേക്ക് പോലീസ് കടക്കും. അപ്പോൾ മാത്രമേ ഇതിൻ്റെ വസ്തുത പുറത്തു വരികയുള്ളൂ. സ്വാഭാവികമായും ആര്യ ചോദിച്ചതുപോലെ ജെയ്സൺ ജോലിയിൽ സമ്മർദ്ദം നേരിട്ടിരുന്നുവെങ്കിൽ അത് ഏറ്റവും ആദ്യം അറിയേണ്ടത് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ തന്നെയാണ്. ഇതിനൊപ്പം ജോലി ചെയ്യുന്ന അദ്ദേഹം കീഴുദ്യോഗസ്ഥരും അദ്ദേഹത്തിൻ്റെ മേലുദ്യോഗസ്ഥരും അദ്ദേഹത്തിൻ്റെ സമാന റാങ്കിലുള്ളവർക്കും ഒക്കെ അതറിയാൻ സാധ്യതയുണ്ട്. അത്തരത്തിൽ ഏതെങ്കിലും ഉന്നത ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആളുകളോ അദ്ദേഹത്തെ ഈ അഴിമതിക്ക് കൂട്ടുനിൽക്കാൻ സമ്മർദ്ദപ്പെടുത്തി, അല്ലെങ്കിൽ ഈ തെറ്റായ സർട്ടിഫിക്കറ്റ് നൽകാൻ, ഈ വയർലെസ് സംവിധാനം ശരിയായി പ്രവർത്തിക്കാത്ത സംവിധാനം മെച്ചപ്പെട്ടതാണെന്ന സർട്ടിഫൈ ചെയ്യാൻ ആരെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ സ്വാഭാവികമായി അദ്ദേഹം സഹപ്രവർത്തകരുമായി പങ്കുവച്ചിരിക്കണം. കുടുംബാംഗങ്ങൾ പറഞ്ഞു, അവർ പറയുന്നത് അവരുമായി അദ്ദേഹം നേരത്തെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതിനപ്പുറത്തേക്ക് തനിക്കൊപ്പം എപ്പോഴും ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരുണ്ട്. സംസ്ഥാന പോലീസിൽ ഉദ്യോഗസ്ഥർക്ക് വേണ്ടിയുള്ള അസോസിയേഷനുമൊക്കെ ഉണ്ട്. അവരെ ആരെയെങ്കിലും ഒരു ഓഫീസേഴ്സ് റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ കൂടിയാണ്, ഓഫീസർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഓഫീസേഴ്സ് അസോസിയേഷനൊക്കെ ഇതിൽ ബന്ധപ്പെടേണ്ടതാണ്. അവർ ആരുമായിട്ടെങ്കിലും ഇത്തരമൊരു സമ്മർദ്ദത്തിൻ്റെ അല്ലെങ്കിൽ ഇത്തരമൊരു ക്രമക്കേട് കൂട്ടുനിൽക്കാൻ ആരെങ്കിലും തന്നെ നിർബന്ധിച്ചതിൻ്റെയൊക്കെ
ഒരു വിവരം ഇദ്ദേഹം പങ്കുവച്ചിരുന്ന കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. സഹപ്രവർത്തകരുടെ, അദ്ദേഹത്തിൻ്റെ മേലുദ്യോഗസ്ഥരുടെ, കീഴുദ്യോഗസ്ഥരുടെ, കുടുംബാംഗങ്ങളുടെയൊക്കെ മൊഴിയൊക്കെ നിർണായകമാണ്. പോലീസ് അന്വേഷണം അധികം വൈകാതെ ഈ വിഷയത്തിൽ ആരംഭിക്കും. അപ്പോൾ അതിൻ്റെ ഒരു വസ്തുത പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കാം. തീർച്ചയായും വി അരുണാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. എന്തായാലും അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വിഷയത്തിൽ ഇപ്പോൾ കുടുംബം ഉന്നയിക്കുന്ന അഴിമതി ആരോപണം അല്ലെങ്കിൽ അഴിമതിക്ക് കൂട്ടുനിൽക്കാത്തതിന്റെ സമ്മർദ്ദം മൂലമാണ് ജെയ്സൺ ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് എന്നുള്ളത് ഒരു ആരോപണമായി മാത്രം അവശേഷിക്കുകയാണ്. നിരവധി അന്വേഷണങ്ങൾ, സമഗ്രമായ അന്വേഷണം ഈ വിഷയത്തിൽ നടക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഈ ആത്മഹത്യയുടെ പിന്നിലെ കാരണം വ്യക്തമാകുകയുള്ളൂ. എന്തായാലും ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ സംസ്ഥാനത്ത് ജോലി സമ്മർദ്ദം മൂലം ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന ആദ്യത്തെ പോലീസ് ഉദ്യോഗസ്ഥനല്ല ജെയ്സൺ എന്നുള്ളതാണ്. പക്ഷേ അതിനപ്പുറം ഇവിടെ ഒരു അഴിമതിക്ക് കൂട്ടുനിൽക്കാത്തതിന്റെ പേരിലാണ് ഇത്തരത്തിലൊരു ആത്മഹത്യയിലേക്ക് നയിച്ചത്, അല്ലെങ്കിൽ ആത്മഹത്യ എന്ന കൊടുംപാതകം തിരഞ്ഞെടുക്കേണ്ടി വന്നത് ജെയ്സണ് എന്നുണ്ടെങ്കിൽ അത് വലിയ ഗുരുതരമായ ഒരു വിഷയമാണ്. വലിയ രീതിയിൽ പ്രതിഷേധം ഉയരേണ്ട, അതിനപ്പുറം സമഗ്രമായ അന്വേഷണം നടക്കേണ്ട, നടപടി ഉണ്ടാകേണ്ട ഒരു വിഷയം തന്നെയാണ്. കൊച്ചിയിൽ MDMAയുമായി പിടിയിലായ യൂട്യൂബർ റിൻസി മുംതാസ് സിനിമാ മേഖലയിലെ ഡ്രഗ് ലേഡി എന്ന് പോലീസ്. ലഹരിക്കായി പ്രതികൾ ചെലവാക്കിയത് ലക്ഷങ്ങളെന്നും കണ്ടെത്തിയിരിക്കുന്നു. സിനിമാ മേഖലയിൽ ലഹരി ഉപയോഗിക്കുന്നവരുടെ പേരുകൾ റിൻസി പോലീസിന് കൈമാറിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. നവമി ദിനേശാണ് കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. നവമി, സിനിമാ മേഖലയിലെ ഡ്രഗ് ലേഡി എന്നാണ് റിൻസി അറിയപ്പെടുന്നത് എന്നാണ് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. സിനിമാ മേഖലയിൽ നിന്ന് റിൻസിയിൽ നിന്ന് ഈ ലഹരി ഇടപാടുകൾ നടത്തിയിരുന്ന ആളുകളുടെ പേര് വിവരങ്ങളൊക്കെ റിൻസിയിൽ നിന്ന് അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട് എന്നുകൂടി വിവരങ്ങൾ പുറത്തു വരികയാണ്. ആരുടെയൊക്കെ പേരുകളാണ് റിൻസി കൈമാറിയിട്ടുള്ളത് എന്നതടക്കമുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നുണ്ടോ അന്വേഷണ സംഘത്തിന്റെ കയ്യിൽ നിന്ന്? എന്തായാലും ഈ പേരുകൾ റിൻസി പോലീസിന് കൈമാറി എന്നുള്ളത് സ്ഥിരീകരിക്കാവുന്ന വാർത്തയാണ്. പക്ഷെ ഇത് ആരുടെയൊക്കെ പേരാണെന്ന് പോലീസ് പുറത്തുവിട്ടിട്ടില്ല. അന്വേഷണ സംഘവുമായിട്ടൊക്കെ നമ്മൾ ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്നത് ഒരു യുവതിയുടെ മൊഴിയുടെ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു ലഹരി കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായ പ്രതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രം നമുക്ക് ഈ ഒരു അന്വേഷണവുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. പ്രത്യേകിച്ച് സിനിമാ മേഖലയിലുള്ളവരെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണത്തിലേക്ക്, ചില വ്യക്തികളുടെ പേരുകൾ മാത്രം കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണത്തിലേക്ക് ഇപ്പോൾ കടക്കാൻ കഴിയില്ല. അവർക്കെതിരെ കൃത്യമായിട്ടുള്ള തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ചോദ്യം ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ കഴിയൂ എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും റിൻസി കൈമാറിയിട്ടുള്ള പേരുകൾ അവരെ പോലീസിന്റെ നിരീക്ഷണത്തിലാണ് എന്ന കാര്യം കൂടി നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. എന്തായാലും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇത് ആരൊക്കെയാണ് ഈ വ്യക്തികളെന്ന് നമുക്ക് അറിയാൻ സാധിക്കും. ചിലപ്പോൾ അവരെ ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുവാനും പോലീസിന്റെ സാധ്യതയുണ്ട്. കൃത്യമായിട്ടുള്ള തെളിവുകൾ, ഇവരുടെ ഫോൺ പരിശോധിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. അതിനു മുൻപ് പ്രതികളെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടേണ്ടിയിരിക്കുന്നു. റിൻസിയെയും ആൺ സുഹൃത്തിനെയും കസ്റ്റഡിയിൽ വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള തിങ്കളാഴ്ച കസ്റ്റഡി അപേക്ഷ നൽകും. ഇവരെ കസ്റ്റഡിയിൽ ലഭിച്ചു കഴിഞ്ഞാൽ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലുകൾ ഉണ്ടാകും. അതിൽ നിന്നായിരിക്കും കൂടുതൽ ആളുകളിലേക്കൊക്കെ അന്വേഷണ സംഘം എത്തുകയുള്ളൂ. ഇതിന് സിനിമാ മേഖലയിലെ, പ്രത്യേകിച്ച് സിനിമയിലെ യുവ താരങ്ങൾക്കടക്കം ലഹരി എത്തിക്കുന്നത് റിൻസി ആണെന്ന് ഉള്ള വിവരമാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ലക്ഷങ്ങളാണ് റിൻസി ഈ ലഹരി വാങ്ങുന്നതിന് വേണ്ടി ചിലവാക്കുന്നത്. അത് MDMA മാത്രമല്ല, മാരക ലഹരിയായിട്ടുള്ള കൊക്കൈനും ലഹരി വാങ്ങി ബംഗളൂരു, ഡൽഹിയിൽ നിന്നുമൊക്കെയാണ് റിൻസിയുടെ സഹായിയായിട്ടുള്ള, ഇപ്പോൾ പിടിയിലായിട്ടുള്ള ഈ ആൺ സുഹൃത്ത് ലഹരി വാങ്ങിയിരിക്കുന്നത്. ആ ലഹരി ഇവരെ കൊച്ചിയിലെ ഫ്ളാറ്റിലെത്തിച്ച് അവിടെ വെച്ചാണ് ആവശ്യക്കാർക്കായി കൈമാറുന്നത്. ഫ്ളാറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ലഹരി പാർട്ടി തന്നെ റിൻസി അവിടെ നടത്തുന്നുണ്ടെന്നുള്ള വിവരം കൂടിയൊക്കെ പോലീസിന് ലഭിച്ചിരുന്നു. റിൻസിയിലേക്ക് അന്വേഷണ സംഘം എത്തുന്നത് ഈ ഒബ്സ്ക്യൂറ എന്റർടൈൻമെന്റ് എന്നുള്ള ഒരു കമ്പനിയുടെ PR ആയിട്ടാണ് റിൻസി ജോലി ചെയ്തിരുന്നത്. അത് സിനിമാ മേഖലയുമായി അടുത്ത് ബന്ധമുള്ളതാണ്. ആ രീതിയിലേക്ക് സിനിമാ താരങ്ങൾക്കൊക്കെ ലഹരി എത്തിച്ചു നൽകുന്നതിൽ മുൻപന്തിയിൽ റിൻസി ഉണ്ട് എന്നുള്ള വിവരം പോലീസിന് കുറച്ച് ദിവസങ്ങളായി ലഭിച്ചിരുന്നു. ഇതിനെ തുടർന്ന് സമാനമായ രീതിയിൽ വയനാട് നിന്നും ഒരു ലഹരിയുമായി ഒരു സംഘത്തെ പിടികൂടുന്നുണ്ട്. അവരുടെ ഫോൺ പരിശോധനയിൽ നിന്നുമാണ് റിൻസിയുമായിട്ടുള്ള ചാറ്റുകൾ അന്വേഷണ സംഘത്തിന് കിട്ടിയത്. അതിൽ കൃത്യമായി തന്നെ കൊക്കൈൻ എത്ര അളവിൽ വേണം, MDMA എത്ര വേണം, എത്ര രൂപയാണ് ഇത് എവിടെ നിന്നാണ് വാങ്ങുന്നത് അടക്കമുള്ള ഈ ചാറ്റുകൾ, ഈ ലഹരി ഉപയോഗിക്കുന്ന വീഡിയോകൾ അടക്കം ആ
വയനാട് സ്വദേശിയിൽ നിന്നും ഫോണിൽ നിന്നും അന്വേഷണ സംഘത്തിന് കിട്ടുന്നതുണ്ടായിരുന്നു. അപ്പോൾ ഈ റിൻസിയിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സംഘത്തിന്റെ തെളിവുകൾ കുറച്ചുകൂടി ലഭിച്ചിരുന്നു. പിന്നീട് റിൻസി കുറച്ച് ദിവസങ്ങളായി പോലീസിന്റെ നിരീക്ഷണ വലയത്തിലായിരുന്നു. പിന്നീടാണ് ഇപ്പോൾ ഈ ഫ്ളാറ്റിൽ നിന്നും റിൻസിയെ പിടികൂടുന്നത്. റിൻസിയും ആൺസുഹൃത്തും പോലീസ് പിടികൂടുന്ന സമയത്ത് പോലും ലഹരിയിലായിരുന്നു. മാരകമായിട്ടുള്ള MDMA-യും കൊക്കൈനും ഒക്കെ ഉപയോഗിച്ചൊരു രാസലഹരിയിലായിരുന്നു ഇവരെന്ന് അന്വേഷണ സംഘത്തിന് പിന്നീട് സ്ഥിരീകരിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇവരെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ സിനിമാ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് ലഹരി എത്തിക്കുന്നതെന്ന് റിൻസി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ആർക്കൊക്കെയാണ് സ്ഥിരം കസ്റ്റമേഴ്സ് ആരൊക്കെയാണെന്നുള്ള വിവരം കൂടി, പേരുകൾ കൂടി കൊച്ചി കേന്ദ്രീകരിച്ചായിക്കോട്ടെ മറ്റ് ജില്ലകളിൽ കേന്ദ്രീകരിച്ച് ആയിക്കോട്ടെ ഒരു വലിയ ശൃംഖലയുടെ കണ്ണിയെ പിടികൂടുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ എല്ലാം അന്വേഷണം പല ഘട്ടങ്ങളിലും എത്തി നിൽക്കുന്നത് ഈ സിനിമാ മേഖലയിലേക്കാണ് എന്നതാണ് സാഹചര്യം. ഇതിനു മുമ്പ് നമുക്കറിയാം പല കേസുകളിൽ പല ലഹരി ഇടപാടുകളിൽ പ്രധാനപ്പെട്ട ലഹരി ഇടപാടുകാരെയൊക്കെ പിടികൂടുമ്പോഴെല്ലാം ഈ അന്വേഷണം എത്തി നിൽക്കുന്നത് സിനിമാ മേഖലയിലേക്ക് തന്നെയാണ്. ഈ സിനിമാ മേഖല ഈ വലിയ ലഹരി സംഘത്തിന്റെ പിടിയിൽ അമർന്നിരിക്കുകയാണ് എന്നുള്ള ചർച്ചയും വിവാദങ്ങളും ഒക്കെ തുടരുന്നതിനിടയിലാണ് ഇത്തരത്തിൽ വീണ്ടും ലഹരി ഇടപാടുകാർ, സിനിമാ മേഖലയിലെ താരങ്ങൾക്കടക്കം ലഹരി കൊണ്ടെത്തിച്ച് നൽകുന്ന ഇതുപോലെയുള്ള റിൻസിയെ പോലെയുള്ള ഡ്രഗ് ഡീലർമാര് വീണ്ടും പിടിയിലാകുന്നത് എന്നതല്ലേ സാഹചര്യം? ശരിയാണ് ആര്യ. നമ്മൾ ഇതിനു മുൻപ് പല കേസുകൾ, ഈ ലഹരിയുമായി ബന്ധപ്പെട്ട പല കേസുകളും പോലീസിന്റെ മുന്നിലെത്തുമ്പോൾ അല്ലെങ്കിൽ എക്സൈസിന്റെ മുന്നിലെത്തുമ്പോൾ അതിലെല്ലാം ഒരു സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നടന്മാരുണ്ടാകും, ചിലപ്പോൾ നടിമാരുണ്ടാകും, അല്ലെങ്കിൽ അതിലെ മറ്റ് അണിയറ പ്രവർത്തകർ, മേക്കപ്പ് മാൻ ഉൾപ്പെടെയുള്ളവരെ നമ്മൾ പിടികൂടുന്നതും സംവിധായകനെ പിടികൂടുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഈ സിനിമാ മേഖലയിലുള്ളവർ പറയുന്നത് നിങ്ങൾ ഈ സിനിമാ മേഖലയിൽ മാത്രമല്ല ലഹരി ഉപയോഗിക്കുന്നത്, എല്ലാ മേഖലകളും അല്ലെങ്കിൽ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. അത് കുറച്ചുകൂടി സിനിമാ മേഖലയിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യാതെ ലഹരി ഉപയോഗിക്കുന്നവർക്കെതിരെ കടുത്ത നടപടികളിലേക്ക് പോകണം. അതിനു വേണ്ടിയിട്ടുള്ള സഹായം, ഇപ്പോൾ സിനിമാ മേഖലയിൽ അടക്കം ഈ ലഹരി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള സഹായം അല്ലെങ്കിൽ അവർക്കെതിരെ നടപടി എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള രീതികളിലേക്കൊക്കെ സിനിമാ സംഘടനകൾ പോകുന്നു എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എങ്കിൽ പോലും ഈ ലഹരിയുമായി പിടികൂടുന്ന കാരിയർമാരെ അല്ലെങ്കിൽ ഇത്തരത്തിൽ ലഹരി വിൽക്കുന്നവരെ പിടികൂടുമ്പോൾ അവരെല്ലാവരും നൽകുന്ന മൊഴി സിനിമാ മേഖലയിലടക്കം സിനിമാ താരങ്ങൾക്കടക്കം ലഹരി എത്തിച്ചു നൽകുന്നത് ഇവരാണെന്ന കാര്യമാണ്. പിന്നീടാണ് പോലീസ് ഇവരിലേക്കും ഈ സിനിമാ മേഖലയിലേക്ക് കൂടി കൂടുതൽ അന്വേഷണത്തിലേക്ക് കടക്കുന്ന സാഹചര്യം ഉണ്ടായത്. തസ്ലീമ സുൽത്താന എന്ന പേര് നമുക്കറിയാം. തസ്ലീമ സുൽത്താനയെ ഇത്തരത്തിൽ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് പിടിയിലാകുമ്പോൾ ആ അന്വേഷണം എത്തി നിന്നത് സിനിമാ മേഖലയിലേക്കാണ്. ഷൈം ടോം ചാക്കോ, ശ്രീനാഥ് ഭാസി തുടങ്ങിയവർക്കെല്ലാം ഇത്തരത്തിൽ ലഹരി ഇടപാടുകൾ നടത്തിയിരുന്നത് തസ്ലീമയായിരുന്നു എന്നതൊക്കെ പിന്നീട് തെളിഞ്ഞ കാര്യമാണ്. അപ്പോൾ സിനിമാ മേഖലയിൽ ഇത്തരത്തിൽ ഇടപാടുകൾ നടത്തുന്ന കൂടുതൽ ഡ്രഗ് ലേഡികൾ ഉണ്ട് എന്നതാണ് റിൻസിയെ കൂടി പിടിയിലാകുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇതുപോലെ ഒരുപാട് ലഹരി ഡീലർമാർ ഇനിയും ഈ ലഹരി വലയിൽ, ഈ ശൃംഖലയിൽ അവശേഷിക്കുന്നുണ്ട്, പിടിയിലാകാൻ ഇനിയും ബാക്കിയുണ്ട് എന്നതുകൂടിയാണ് സാഹചര്യം, അല്ലേ? അതെ, എന്തായാലും പോലീസിന്റെ അന്വേഷണം ആ രീതിയിലൊക്കെ വ്യാപിച്ചു കഴിഞ്ഞു. ഇപ്പോൾ റിൻസിയെ കസ്റ്റഡിയിൽ വാങ്ങി. റിൻസി ആർക്കൊക്കെയാണ് ലഹരി നൽകുന്നത്, ആരൊക്കെയാണ് ലഹരി സ്ഥിരം വാങ്ങുന്നത്, എവിടെ നിന്നാണ് ഈ ലഹരി ഇവർക്ക് എത്തുന്നത്, ബംഗളൂരിൽ നിന്നും ഡൽഹിയിൽ നിന്നും ഒക്കെയാണെന്ന് പറയുന്നുണ്ട്, അത് ആര് വഴിയാണ് ഇവർക്ക് എത്തുന്നത് എന്നീ കാര്യങ്ങളൊക്കെ അന്വേഷണ സംഘത്തിന് കൃത്യമായി ലഭിക്കേണ്ടതുണ്ട്. സിനിമാ സംഘടനകളിൽ സിനിമയിലെ താരങ്ങളടക്കം ഈ ലഹരി സ്ഥിരമായി ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ അവരെ കണ്ടെത്തി അവർക്കെതിരെ തെളിവ് ശേഖരിച്ച് കടുത്ത നടപടികളിലേക്ക് കടക്കാൻ തന്നെയാണ് അന്വേഷണ സംഘം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഇവരെ കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷമായിരിക്കും തുടർ നടപടികളുമായി അന്വേഷണ സംഘം മുന്നോട്ട് പോവുകയുള്ളൂ. ഈ ലഹരി ഉപയോഗിക്കുന്നത് സിനിമാ മേഖലയിലുള്ള, അത് നടനായിക്കോട്ടെ, സംവിധായകനായിക്കോട്ടെ, മറ്റ് അണിയറ പ്രവർത്തകരായിക്കോട്ടെ, ഇങ്ങനെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ യാതൊരു പറയുന്ന പോലെ അവർക്കൊരു സംരക്ഷണവും നൽകാതെ കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുമെന്നാണ് സർക്കാർ ഉൾപ്പെടെ വ്യക്തമാക്കിയിരിക്കുന്നത്. സിനിമാ മേഖലയിലുള്ളവരും ഈ സിനിമാ സംഘടനകളിലെ ആളുകൾ തന്നെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അടക്കം ഒരു സത്യവാങ്മൂലം പോലും ഇറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആ രീതിയിൽ സിനിമാ മേഖലയിലെ ലഹരി ഇടപാടുകൾ വർദ്ധിച്ചു വരുന്ന, അല്ലെങ്കിൽ സിനിമയിലെ ലഹരി ഉപയോഗിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന സാഹചര്യം ഉള്ളതിനാൽ കടുത്ത നടപടികളുമായി പോകാൻ തന്നെയാണ് അന്വേഷണ സംഘവും തീരുമാനിച്ചിരിക്കുന്നത്. റിൻസി ലക്ഷങ്ങളുടെ ലഹരി ഇടപാടുകളാണ് ഓരോ ദിവസവും നടത്തുന്നതെന്നാണ് അന്വേഷണ സംഘത്തിന് ഏറ്റവും ഒടുവിലായി ലഭിച്ചിരിക്കുന്ന വിവരവും. ആര്യ, നവമി, റിൻസി മുംതാസ് ഒരു യൂട്യൂബർ കൂടിയാണ് എന്നതാണ് ഇവിടുത്തെ ശ്രദ്ധേയമായ കാര്യം.
നമുക്കറിയാം നമ്മുടെ നാട്ടിലെ സെലിബ്രിറ്റി യൂട്യൂബർമാരുടെയൊക്കെ ഒരു വരുമാനം എന്നുള്ളത്. അപ്പോൾ സീരിയസ് ആയി ആ പ്രൊഫഷനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളാണെങ്കിൽ ഒരിക്കലും ലഹരി ഇടപാടുകളിലേക്കൊന്നും കടക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ലഹരി ഇടപാടുകൾക്കുള്ള ഒരു മറയായി മാത്രമാണോ ഈ യൂട്യൂബ് എന്ന പ്രൊഫഷനെ അല്ലെങ്കിൽ ഈ യൂട്യൂബർ എന്ന പ്രൊഫഷനെ റിൻസി കൊണ്ട് നടന്നത് എന്നാണോ പോലീസ് പറയുന്നത്? എന്താണ് റിൻസിയുമായി ചുറ്റിപ്പറ്റി അല്ലെങ്കിൽ റിൻസിയുടെ ഒരു സാഹചര്യവുമായി ചുറ്റിപ്പറ്റിയൊക്കെ കൂടുതലായി നമുക്ക് ലഭ്യമാകുന്ന വിവരം? റിൻസി ഒരു PR ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. PR കമ്പനിയുടെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആ കമ്പനി തന്നെ ഇന്നലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് റിൻസിയെ തള്ളിപ്പറയുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ ആ കമ്പനിയുമായി അടുത്ത് നിൽക്കുന്ന ആളാണ് സിനിമയിലടക്കം സജീവമാകുന്ന സിനിമാ താരങ്ങൾക്കിടയിലൊക്കെ വലിയ സൗഹൃദമുള്ള സിനിമാ താരങ്ങളുമായിട്ട്, പ്രത്യേകിച്ച് യുവതാരങ്ങളുമായിട്ട് സൗഹൃദമുള്ള, നമ്മൾ പലപ്പോഴും ഈ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ടൊക്കെ പോകുന്ന വേദികളിലൊക്കെ സ്ഥിരം സാന്നിധ്യമാണ് റിൻസി. എന്തായാലും അങ്ങനെയാണ് റിൻസി സിനിമാ മേഖലയിൽ സജീവമാകുന്നത്. ഒരു PR കമ്പനിയുടെ ഭാഗമായി എത്തി, പിന്നീട് സ്വന്തമായി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. അതിൽ ചില അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ള സിനിമാ താരങ്ങളുമായിട്ടുള്ള അഭിമുഖങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ആ രീതിയിൽ സിനിമയുമായി വലിയ രീതിയിൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന, അടുത്ത് ഇടപഴകുന്ന ഒരു വ്യക്തി കൂടിയാണ് റിൻസി. റിൻസി മാത്രമല്ല, റിൻസിയുടെ ഒരു ആൺ സുഹൃത്തും കൂടിയുണ്ട്. ഇരുവരുമായിരുന്നു ഫ്ളാറ്റിൽ ലഹരി വിൽപ്പനയും ലഹരി കച്ചവടവും ലഹരി ഓരോ ലഹരി പാർട്ടികളും ഒക്കെ നടത്തുന്നത് ഇവരും ഒരുമിച്ചാണെന്ന് പറയുന്നുണ്ട്. ആ ഫ്ളാറ്റിലേക്ക് പല സിനിമാ താരങ്ങളും എത്തുന്നുണ്ട്. റിൻസിക്കെതിരെ ഒരു PR അടക്കം രംഗത്ത് വരുന്ന സാഹചര്യമുണ്ടായി. റിൻസിയും അല്ലെങ്കിൽ ഇത്തരത്തിൽ റിൻസിയുടെ സുഹൃത്തുക്കളും ഒക്കെ ആ ഫ്ളാറ്റിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലൊക്കെ പരാതികൾ പോയിട്ടുണ്ടെന്ന് പറഞ്ഞ് PROമാരടക്കം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഓരോ പോസ്റ്റ് ഇടുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ പോലീസിന്റെ വലയിൽ റിൻസി അകപ്പെടാൻ കുറച്ചു വൈകി എന്ന് തന്നെയാണ് റിൻസി ലഹരി ഉപയോഗിക്കുന്നു എന്ന് അറിയുന്ന ചില സുഹൃത്തുക്കളൊക്കെ പങ്കുവയ്ക്കുന്ന വിവരം. ഇങ്ങനെ സിനിമാ മേഖലയിൽ അടക്കം സജീവമായിരിക്കുന്ന വ്യക്തിയാണ്. റിൻസി ഉണ്ടെങ്കിൽ അവിടെ ലഹരിയുടെ ഒഴുക്കായിരിക്കുമെന്ന് തന്നെയാണ് അന്വേഷണ സംഘവും വെളിപ്പെടുത്തുന്നത്. അങ്ങനെയാണെങ്കിൽ റിൻസിയുടെ ലഹരിയുമായി ബന്ധപ്പെട്ട് റിൻസി സ്ഥിരമായി ലഹരി കൊടുക്കുന്നത് ആർക്കൊക്കെയാണെന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാൻ കഴിയും. സിനിമയിലെ യുവതാരങ്ങളടക്കം റിൻസിയുടെ സ്ഥിരം കസ്റ്റമേഴ്സ് ആണെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. അതാണ് നവമി ദിനേശാണ് വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേർത്തത്. എന്തായാലും കൊച്ചിയിൽ ഈ MDMAയുമായി പിടിയിലായ യൂട്യൂബർ റിൻസി സിനിമാ മേഖലയിലെ ഡ്രഗ് ലേഡിയാണെന്നുള്ളത് പോലീസ് സ്ഥിരീകരിക്കുന്ന കാര്യമാണ്. ഇനി റിൻസിയിൽ നിന്ന് ലഹരി വാങ്ങിയത്, റിൻസിയുടെ ലഹരി പാർട്ടിയിൽ പങ്കെടുത്ത സിനിമാ മേഖലയിലെ താരങ്ങൾ ആരൊക്കെയാണ്, സിനിമാ മേഖലയിലെ പ്രവർത്തകർ ആരൊക്കെയാണ് എന്നുള്ളത് വരും ദിവസങ്ങളിൽ പുറത്തേക്ക് വരാൻ പോകുന്ന പേരുകളാകും, വാർത്തകളാകും എന്നുള്ളതാണ് നമുക്ക് മുന്നിലുള്ള സൂചന. ഡാർക്ക് നെറ്റ് ലഹരി കേസിൽ പ്രതികൾ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ലെന്ന് NCB. പ്രതികളായ എഡിസൺ ബാബു, ഡിയോൾ എന്നിവരെ വീണ്ടും ചോദ്യം ചെയ്യണമെന്ന നിലപാടിലാണ് അന്വേഷണ സംഘമുള്ളത്. ഡിയോളിന്റെ ഭാര്യ അഞ്ജുവിനെ ചോദ്യം ചെയ്യാനും NCBക്ക് കഴിഞ്ഞിട്ടില്ല. വനിതാ ഉദ്യോഗസ്ഥ ഇല്ലാത്തതാണ് ചോദ്യം ചെയ്യലിന് തടസ്സമായത്. പ്രതികളെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാൻ NCB തിങ്കളാഴ്ച കോടതിയിൽ അപേക്ഷ സമർപ്പിക്കും. ഡാനി പോൾ കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ഡാനി, ഈ എഡിസൺ പിടിയിലാകുന്നതോടുകൂടി ഒരുപാട് മറ്റ് കണ്ണികളിലേക്കൊക്കെ ഈ അന്വേഷണം വ്യാപിപ്പിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ NCBക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഈ പ്രതികൾ അന്വേഷണത്തോട് തീർത്തും സഹകരിക്കാത്ത ഒരു സമീപനമായതിനാൽ തന്നെ ഈ അന്വേഷണം വഴിമുട്ടി നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണോ ഇപ്പോൾ ഉള്ളത്? ഏതാണ്ട് ആ രീതിയിൽ തന്നെ പറയേണ്ടി വരും. കാരണം 4 ദിവസമാണ് ഈ പ്രതികളെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാനായി ലഭിച്ചത്. ഈ 3 പ്രതികളെയും, എഡിസണെയും അതോടൊപ്പം തന്നെ ഡിയോളിനെയും അരുൺ തോമസിനെയും കിട്ടിയത്. അന്ന് ആ സമയത്ത് ഈ ഡിയോളിൻ്റെ ഭാര്യയെ കസ്റ്റഡിയിൽ ചോദിച്ചിരുന്നില്ല. അതിന് പ്രധാന കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു വനിതാ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം സാങ്കേതികമായി അവിടെ ഉണ്ടാകേണ്ടതാണ്. പക്ഷേ NCBക്ക് അത് ഉറപ്പുവരുത്താൻ കഴിയാത്തതുകൊണ്ടാണ്. അതെന്തായാലും ഈ 3 പ്രധാനപ്പെട്ട പ്രതികളെയും കസ്റ്റഡിയിൽ ലഭിച്ചിട്ടും NCB വീണ്ടും കസ്റ്റഡി അപേക്ഷയുമായി മുന്നോട്ട് പോകുന്നു എന്നതാണ്. അതിൻ്റെ ഒരു സാങ്കത്യം എന്ന് പറയുന്നത് ഇവരിൽ നിന്ന് പ്രധാനപ്പെട്ട വിവരങ്ങൾ എടുക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നത് തന്നെയാണ്. വളരെ സാങ്കേതികമായി വളരെ അഡ്വാൻസായി നിൽക്കുന്നവരാണ് ഈ പ്രതികളെല്ലാവരും തന്നെയും. അതുകൊണ്ട് ഇവരുടെ ഇടപാടുകൾ സംബന്ധിച്ച് എന്താണ് എന്നതിലേക്ക്
കൂടുതൽ ആഴത്തിലേക്ക് എത്തിപ്പെടാൻ NCBയുടെ ഒരു സൈബർ ടീമിനൊന്നും കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. ഏതാണ്ട് 25ഓളം പാസ്വേഡുകളടക്കം മനഃപ്പാഠമാക്കിയ ഒരാളാണ് എഡിസൺ എന്നാണ് പറയുന്നത്. എഡിസന്റെ ഒരു സാങ്കേതിക പരിജ്ഞാനം തന്നെയായിരുന്നു ഈ സംഘത്തിൻ്റെ ഏറ്റവും വലിയ മുതൽക്കൂട്ടെന്ന് പറയുന്നത്. ഡിയോൾ അതിൻ്റെ ഒരു മാർക്കറ്റിംഗ്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എല്ലാം തന്നെ അയാൾ നിയന്ത്രിച്ചിരുന്നു. വിദേശത്ത് നിന്നടക്കമുള്ള കാര്യങ്ങൾ ഏകോപനവും എല്ലാം നിയന്ത്രിച്ചപ്പോൾ ഇതിൻ്റെ വിപണനവും അതോടൊപ്പം തന്നെ ഈ മറ്റേ ഇടനിലക്കാർ ഇവരിലേക്കെല്ലാം എത്തേണ്ട രീതികൾ, ക്രിപ്റ്റോ കറൻസി വഴിയുള്ള ഇടപാടുകൾ, ഇത്തരം സാങ്കേതിക കാര്യങ്ങളെല്ലാം എഡിസൺ വഴിയാണ് നിയന്ത്രിച്ചു പോന്നിരുന്നത്. അപ്പോൾ ഇവരിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ, ഈ നെറ്റ്വർക്ക് സംബന്ധിയായ കാര്യങ്ങൾ, ഇവർക്ക് എങ്ങനെയാണ് ഈ അന്താരാഷ്ട്ര തലത്തിലെ ഈ മയക്കുമരുന്ന് ഭീമന്മാരുമായിട്ട് ഇവർക്ക് ബന്ധമുണ്ടായിരുന്നു. സമ്പക്കാട്ടൽ എന്നെല്ലാം തന്നെ പറയുന്നത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ രീതിയിൽ വേരോട്ടമുള്ള ഒരു ശൃംഖലയായിരുന്നു. ഇവരുമായിട്ടൊക്കെ ആയിരുന്നു ഇവർ ഈ മൂവാറ്റുപുഴയിലുണ്ടായിരുന്ന ഈ ആളുകൾ ഇടപാടുകൾ നടത്തിയിരുന്നത് എന്നത് NCB എന്ന് മാത്രമല്ല ഈ അന്വേഷണത്തിലേക്ക് വരുന്ന എല്ലാവരും തന്നെ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ. പക്ഷേ ഇതൊക്കെ എങ്ങനെയാണ് ഏകോപിപ്പിച്ചത്? ആരൊക്കെയാണ് ഇവർ ഇടപാടുകാർ? ഇവർ മാത്രമായിരുന്നോ ഇവിടെ ഈ ഡ്രഗ് കാർട്ടലുമായി ബന്ധമുണ്ടായിരുന്നത്? മറ്റാരൊക്കെ ഈ സംഘവുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടു? ഇവരുടെ ഡ്രഗ് പാർട്ടികൾ നടത്തിയതായിട്ട് വിവരമുണ്ട്. അത് വലിയ രീതിയിൽ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം പാർട്ടികളിലേക്ക് ആരൊക്കെ എത്തിയിരുന്നു, ആരൊക്കെയാണ് ഇതിൻ്റെ സപ്ലയേഴ്സ് തുടങ്ങിയ അനവധിയായ ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ബാക്കിയുണ്ട്. ഈ കെറ്റാമലോൺ എന്ന് പറയുന്ന ഈ ശൃംഖല ഇവർ നടത്തിയിരുന്ന ഇടപാടുകൾ ഇപ്പോഴും ദുരൂഹമായിട്ട് തന്നെ തുടരുന്നു. ഇവർ കോടികൾ സമാഹരിച്ചിട്ടുണ്ട്. ഇത് എവിടെയെല്ലാം പോയിട്ടുണ്ട്, ഏത് രീതിയിലാണ് ഇവർ ഇത് വഴിമാറ്റിയത്, ആർക്കൊക്കെ നൽകിയിട്ടുണ്ട് എന്നതെല്ലാം ഈ ചോദ്യങ്ങളായിട്ട് തന്നെ ഇപ്പോഴും അവശേഷിക്കുന്നു എന്നതാണ്. അതിൽ ED കൂടി, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കൂടി അന്വേഷണത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. പ്രാഥമിക വിവരശേഖരണം അവർ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട്. ഇവർ ഇങ്ങനെ സമാഹരിച്ച പണം രാജ്യവിരുദ്ധമായ കാര്യങ്ങളിൽ വന്നിട്ടുണ്ടോ എന്നതടക്കം സംശയമുണ്ട്. അവരതെല്ലാം പരിശോധിക്കണം. അപ്പോഴും ഇതിൻ്റെ പ്രധാനപ്പെട്ട വിലങ്ങുതടി എന്ന് പറയുന്നത് ഇവരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ സ്വായത്തമാക്കാനായിട്ട് അന്വേഷണ ഏജൻസികൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നത് തന്നെയാണ്. അവരിലേക്ക് കൂടുതൽ ആഴത്തിലേക്ക് പോകേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും കസ്റ്റഡി അപേക്ഷയുമായിട്ട് കോടതിയിലേക്ക് ചെല്ലുന്നത്. തിങ്കളാഴ്ച കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുമെന്നാണ് ഒടുവിൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. അന്ന് ഡിയോളിൻ്റെ ഭാര്യ അഞ്ജു ഡിയോളിനെയും തന്നെയും ഇതിൽ ചോദ്യം ചെയ്യും. അതിൽ വനിതാ ഉദ്യോഗസ്ഥരുടെ അടക്കം സാന്നിധ്യം ഉറപ്പുവരുത്തിക്കൊണ്ട് 4 പേരെയും ചോദ്യം ചെയ്ത് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഈ കേസിൽ ഇതുവരെയും കൂടുതൽ വെളിപ്പെടുത്തലുകൾ പിന്നീട് അങ്ങോട്ടൊന്നും ഉണ്ടായിട്ടില്ല എന്നതാണ്. ഈ എഡിസന്റെ വീട് പരിശോധിക്കുകയും അതിനുശേഷം മറ്റുള്ളവരുടെ അറസ്റ്റിലേക്ക് നീങ്ങുകയും ചെയ്തു. ഡിയോളിൻ്റെ പേരിലുള്ള പാഞ്ചാലിമേടുള്ള റിസോർട്ട്, അത്തരം കാര്യങ്ങൾ ഇതിൻ്റെ ഒരു ഇടനില താവളമാണെന്ന് കണ്ടെത്തിയിരുന്നു. ഇതിനപ്പുറത്തേക്ക് കൂടുതലൊന്നും പുറത്തേക്ക് പറയാനായിട്ട് NCB ഇതുവരെയും തയ്യാറായിട്ടില്ല എന്നതാണ്. അതിനർത്ഥം വലിയ രീതിയിലേക്ക് പോകാനായിട്ട് അവർക്ക് തടസ്സങ്ങൾ നേരിടുന്നു എന്നതാണ്. ഒരുപക്ഷെ ഡാനി, അതായത് ഈ ഡാർക്ക് നെറ്റ്, അതിലൂടെയുള്ള ലഹരി വിപണനം ഒക്കെ നമുക്ക് അത്ര കേട്ടുകേഴ്വി ഇല്ലാത്തതാണ്. അതിന്റെ സാങ്കേതികത്വം തന്നെയാണ് അതിനെ കുഴപ്പിക്കുന്നതും. ഈ എഡിസൺ എന്ന് പറയുന്നത് അത്രത്തോളം വലിയൊരു ബുദ്ധി കേന്ദ്രമായിരുന്നു എന്നതാണ് NCB നൽകുന്ന വിവരം. അപ്പോൾ ഈ ഡാർക്ക് നെറ്റ് അവർ ഈ വിപണനത്തിനായി ഉപയോഗിച്ചത് തന്നെ ഇത്തരത്തിൽ പെട്ടെന്ന് പിടിക്കപ്പെടാതിരിക്കാൻ കൂടിയാണല്ലോ. അപ്പോൾ ആ സാങ്കേതികത്വം തന്നെയാണ് ഈ ഘട്ടത്തിൽ NCBയുടെ അന്വേഷണത്തിനും ഒരു വിലങ്ങുതടിയാകുന്നത്. അപ്പോൾ ഇവരെ ചോദ്യം ചെയ്യുന്നതിൽ കൂടി മാത്രം കൂടുതൽ വിവരങ്ങളിലേക്ക്, കൂടുതൽ കണ്ണികളിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ എന്ന ഒരു പ്രതിസന്ധിയാണോ മുന്നിലുള്ളത്? അതിനപ്പുറം കൂടുതൽ തെളിവുകൾ ശേഖരിക്കാൻ ബുദ്ധിമുട്ടുന്നുണ്ടോ NCB? നിലവിൽ തെളിവുകളുടെ ശേഖരണം വല്ലാത്തൊരു വിലങ്ങുതടിയായിട്ട് തന്നെ ഈ കേസിൽ നിലനിൽക്കുന്നുണ്ട്. അത് ഈ സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായിട്ട് മുന്നോട്ട് പോകുന്നത് കൊണ്ടും ഒപ്പം തന്നെ NCBയുടെ അടക്കം ഒരു വലിയ സൈബർ വിഭാഗം, ഹാക്കർമാർ ഉൾപ്പെടെയുള്ളവർ ഇതിനൊപ്പം നിന്ന് പണിയെടുക്കുന്നുണ്ട്. കാരണം ഇവരിൽ നിന്ന് ഇത്തരം കാര്യങ്ങൾ ഡീകോഡ് ചെയ്ത് മുന്നോട്ട് പോകാനെല്ലാം തന്നെ ശ്രമിക്കുന്നുണ്ട്. അത് പ്രത്യേകിച്ച് ഈ ക്രിപ്റ്റോ കറൻസിയുടെ കൈമാറ്റം അടക്കമുള്ള കാര്യങ്ങൾ ഇതെല്ലാം തന്നെ അവർ പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. ആരൊക്കെയാണ് ഇതിൻ്റെ ഭാഗങ്ങൾ? ഒരുപക്ഷെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഇനിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകാത്തത്. അതിന് പ്രധാനപ്പെട്ടൊരു കാരണമെന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഈ പണം എവിടെയെല്ലാം ചെന്നു എന്നതിന് വ്യക്തമായിട്ട് തന്നെ തെളിവുകൾ ശേഖരിക്കപ്പെടേണ്ടതുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഇനിയുള്ള ഒരു ചോദ്യം ചെയ്യലടക്കം വ്യക്തമാകുമെന്നൊരു പ്രതീക്ഷയാണ് പുറത്തു നിന്ന് ഇത്തരം കാര്യങ്ങൾ, വിവരങ്ങൾ നമ്മൾ ശേഖരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ അടുത്ത ചോദ്യം ചെയ്യലടക്കം പിന്നീട് NCBയുടെ ഭാഗത്തു നിന്നുള്ളൊരു ബ്രീഫിങ്ങോ കാര്യങ്ങളോ ഇത്തരം കാര്യങ്ങൾ ഉണ്ടായേക്കാം, കുറേ കൂടി വസ്തുനിഷ്ഠമായിട്ട്. എന്തായാലും
നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലുതായൊന്നും പുറത്തേക്ക് പറയുന്നില്ല എന്നത് തന്നെയാണ്. കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്ന് തന്നെയാണ് NCP പറയുന്നത്. അതുകൊണ്ടാണ് കസ്റ്റഡി അപേക്ഷയുമായിട്ട് പോകുന്നത്. പ്രധാന തടസ്സം എന്ന് പറയുന്നത് ഈ പ്രതികളുടെ സാങ്കേതിക പരിജ്ഞാനം തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് പൊളിക്കുവാനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം നിലകൊള്ളുന്നത്. തീർച്ചയായും ഡാനി പോളാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. കേരളത്തെ ഞെട്ടിച്ച ഡാർക്ക് നെറ്റ് ലഹരി കേസിൽ ഈ പ്രതികൾ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല എന്നത് NCPയുടെ അന്വേഷണത്തിൽ ഇപ്പോൾ ഒരു വിലങ്ങുതടിയായി നിൽക്കുകയാണ് എന്നതാണ് സാഹചര്യം. രാജ്യത്തെ ഒന്നാകെ ഞെട്ടിച്ച കർണാടക ധർമ്മസ്ഥലയിലെ കൂട്ടക്കൊലപാതക പരമ്പര. അതിൽ ആ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ഓരോ ദിവസവും പുറത്തുവരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. മലയാളി പെൺകുട്ടികളും ഈ ധർമ്മസ്ഥലയിൽ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ടതായാണ് ഇപ്പോൾ പുറത്തുവരുന്ന സ്ഥിരീകരണം. PU കോളേജ് വിദ്യാർത്ഥിനി പത്മലതയെ കൊലപ്പെടുത്തിയത് അതിക്രൂരമായാണ്. പ്രദേശത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ വളർച്ചയും പിതാവ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നോമിനേഷൻ നൽകിയതുമാണ് വിദ്യാർത്ഥിനിയെ കൊലപ്പെടുത്താൻ കാരണമെന്നാണ് കുടുംബം പറയുന്നത്. ആദ്യം കുടുംബത്തിന്റെ പ്രതികരണത്തിലേക്ക്. ಒಬ್ಬ ಸಾಕ್ಷಿ ವಿಚಾರವಾಗಿ ನಿನ್ನೆ ಸಂಜೆ ವೇಳೆಯಲ್ಲಿ ಅವ್ರಿಗೆ ಪೊಲೀಸ್ ಪ್ರೊಟೆಕ್ಷನ್ ಮಂಜೂರಾಗಿತ್ತು. ಇಲ್ಲಿನ ಕಮಿಟಿ ಏನಿದೆ ಅವರು ಪರಿಗಣಿಸಿ ಅವರಿಗೆ ಪೊಲೀಸ್ ಪ್ರೊಟೆಕ್ಷನ್ ಕೊಡಬೇಕು ಅಂತೇಳಿ ಸ್ಯಾಂಕ್ಷನ್ ಮಾಡೋದು. ಇವತ್ತು 164 ಸ್ಟೇಟ್ಮೆಂಟ್ ಅಂದರೆ ಮ್ಯಾಜಿಸ್ಟ್ರೇಟ್ ಎದುರು ಸ್ಟೇಟ್ಮೆಂಟ್ ದಾಖಲಿಸ್ಕೊಳ್ಳೋಕ್ಕೆ ಇವತ್ತು ಅನುಮತಿ ಕೊಟ್ಟಿದ್ದು. ಸೊ ಅದಕ್ಕೋಸ್ಕರ 4 ಗಂಟೆಗೆ ಬಂದಿದ್ವಿ. 4:45ಗೆ ಬಂದು 1 ಅವರ್ ಪ್ರಕ್ರಿಯೆ ನಡೀತು. ಏನು ಕಂಪ್ಲೇಂಟಲ್ಲಿ ಸ್ಕೆಲಿಟನ್ ಅಥವಾ ಕಲೆವಾರಿ ಏನಿತ್ತು ಅಂತ ಹೇಳಿದ್ದಾರೆ ಅದು ಈಗ ಹ್ಯಾಂಡ್ ಓವರ್ ಮಾಡೋ ಪ್ರಕ್ರಿಯೆ ನಡೀತಾ ಇದೆ. ಫೋರೆನ್ಸಿಕ್ ಡಿಪಾರ್ಟ್ಮೆಂಟ್ ಅವರು ಬಂದಿದ್ದಾರೆ, ಈಗ ಮಹಾಜರ್ ಮಾಡ್ತಾ ಇದ್ದಾರೆ. ಇಷ್ಟು ಇಲ್ಲಿವರೆಗೂ ಆಗಿರೋ ಬೆಳವಣಿಗೆ. ಸೊ ಪೊಲೀಸವ್ರು ಯಾವ ಥರ ನೆಕ್ಸ್ಟು ಇನ್ವೆಸ್ಟಿಗೇಷನ್ನ ತೊಗೊಂಡು ಹೋಗ್ತಾರೆ, ನಾವು ರೆಡಿ ಇದ್ದೀವಿ. ಬಟ್ ಹೂತಾಗಿರೋ ಬಾಡಿನ ತೆಗೆಯೋ ವಿಷಯವಾಗಿ ಇವತ್ತು ರೆಡಿ ಇದ್ದೀವಿ. ಸೊ ಆದಷ್ಟು ಬೇಗ ಆದರೆ ಒಳ್ಳೆಯದು. ಅದನ್ನು ನಾವು ಪೊಲೀಸವ್ರ ಹತ್ರ ಮನವಿ ಮಾಡ್ಕೋತಾ ಇರೋದು. ಸಾಕ್ಷಿ ನಾಶದಲ್ಲಿ ಆಗಬಾರ್ದು. ಇಷ್ಟ ಆಗಿದೆ ಸರ್. ಈಗ ವಿಟ್ನೆಸ್ಸನ್ನು ಎಲ್ಲಿ ಕೊಂಡು ಹೋಗ್ತಾರೆ ಅಂತೇಳಿ ಪೊಲೀಸ್ ಕಸ್ಟಡಿಯಲ್ಲಿ ಇಲ್ಲ വിറ്റ്നസിനെ അറസ്റ്റ് ಮಾಡಿಲ್ಲ. ನಮ್ಮ ಜೊತೆ 86 ഡിസംബർ 22 എൻ്റെ അനിയത്തി അവൾ കോളേജിൽ പോയവൾ പിന്നെ തിരിച്ച് വീട്ടിൽ വന്നിട്ടില്ല. കോളേജ് ഡേക്കെന്നും പറഞ്ഞ് പോയത്, എന്നിട്ട് തിരിച്ചു വന്നിട്ടില്ല വീട്ടിലേക്ക്. പോലീസ് കംപ്ലൈൻറ്റ് കൊടുത്ത് അവർ തിരക്കുന്നെന്നൊക്കെ പറഞ്ഞ് എന്നാലും ബോഡി കണ്ടു കിട്ടിയില്ല. പിന്നെ 56 ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങനെ മീൻ പിടിക്കാൻ എന്തോ ആ സൈഡ് പോയി ആരോ കണ്ടിട്ട് പാർട്ടിക്കാരോട് ആരോടോ പറഞ്ഞിട്ട് അവർ അച്ഛനെ അറിയിച്ചിട്ട് അച്ഛനെ ഏത് നിലയിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത്? കൈ രണ്ടും പിന്നെ കാൽ രണ്ടും കെട്ടിയേക്കുമായിരുന്നു. പിന്നെ സ്കെലട്ടൺ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ 56 ദിവസമായിരുന്നില്ല, ബോഡി ഫുള്ള് ഇതായിട്ടുണ്ടായിരുന്നു, ദിക്കായിട്ടുണ്ടായിരുന്നു. ഈ ഒരു ന്യൂസ് കണ്ടിട്ട് ആൾക്കാർ വരണം എന്ന് പറഞ്ഞ് ഈ ക്ഷേത്രത്തിൽ വന്നവരെ എത്രയോ പേരെ ഇവർ ഇതേപോലെ തന്നെ റേപ്പ് ആൻഡ് മർഡർ ചെയ്തിട്ട് റോഡ് സൈഡിൽ കൊണ്ട് കളഞ്ഞിട്ടുണ്ട്. അതിനകത്ത് കുഴിച്ചിട്ട് തന്നെ ഇപ്പം വന്നേക്കുന്നത് ഞങ്ങൾ എടുത്തുതരാമെന്ന് പറഞ്ഞ്. അതുകൊണ്ട് എങ്ങനെ ആരെങ്കിലും മലയാളീസ് ഉണ്ടെന്ന് മുമ്പിൽ വരണം, വന്ന് കാര്യം പറയണം, ഇങ്ങനെ ഉണ്ട്, അങ്ങനെ കംപ്ലൈൻറ്റ് കൊടുക്കണം. ഈ കാര്യത്തിൽ ഇപ്പോൾ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഈ ഒരു കേസ് ഇത് റീഓപ്പൺ ചെയ്യുന്നതാണോ? എന്താണ് നിങ്ങൾക്ക്? ഇത് റീഓപ്പൺ ആവണം. റീഓപ്പൺ ആവണം. ഞങ്ങൾ പറയാം ആരൊക്കെയാണ് ഈ കൊച്ചിനെ കിഡ്നാപ്പ് ചെയ്തത്, ആരൊക്കെയാണ് ബലാത്സംഗം ചെയ്തത് എല്ലാം ഞങ്ങൾ പറയാം. അവരെല്ലാം എൻക്വയറി ചെയ്യണം. റിപ്പോർട്ടാക്കി ക്ലോസ് ചെയ്ത് അത് ഓപ്പൺ ആവണം. അതേസമയം ധർമ്മസ്ഥലയിലെ കൂട്ടക്കൊലപാതക കേസിൽ നിർണായക സാക്ഷിയായ ശുചീകരണ തൊഴിലാളിക്ക് പോലീസ് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. കൊലപാതകത്തിന് തെളിവായി ഇയാൾ കോടതിയിൽ ഹാജരാക്കിയ തലയോട്ടി ഫോറൻസിക് പരിശോധനയ്ക്കും അയച്ചിട്ടുണ്ട്. ശുചീകരണ തൊഴിലാളിയുടെ മൊഴി പ്രകാരമുള്ള സ്ഥലങ്ങളിൽ കുഴിച്ച് പരിശോധന നടത്താനും കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അഡ്വക്കേറ്റിന്റെ അടക്കം പ്രതികരണം ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകഴിഞ്ഞു. KV ബൈജു കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ബൈജു, തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ 450-ലധികം പെൺകുട്ടികൾ ബലാത്സംഗത്തിന് ഇരയായി ധർമ്മസ്ഥലയിൽ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവരുടെ മൃതദേഹങ്ങൾ ആരും അറിയാതെ, ഒരു തെളിവുകൾ പോലും അവശേഷിപ്പിക്കാതെ കുഴിച്ചു മൂടപ്പെട്ടിട്ടുണ്ട് എന്ന ഞെട്ടിപ്പിക്കുന്ന ആ വാർത്ത, അതിന്റെ നടുക്കത്തിൽ നിന്ന് രാജ്യം ഇനിയും മുക്തമായിട്ടില്ല. ഈ അന്വേഷണം പുരോഗമിക്കുമ്പോൾ ഓരോ ദിവസവും വളരെ നിർണായകമായ മറ്റ് വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു. ഇതിപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വന്ന വിവരം നോക്കൂ. മലയാളി പെൺകുട്ടിയും ഇത്തരത്തിൽ അവിടെ ധർമ്മസ്ഥലയിൽ ബലാത്സംഗത്തിന് ഇരയായി കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന വിവരമാണ് പുറത്തു വരുന്നത്. ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റ്സിലേക്ക് തന്നെ നമുക്ക് ആദ്യം കടക്കാമെന്ന് തോന്നുന്നു ബൈജു.
ആര്യ, ഈ ധർമ്മസ്ഥല കൂട്ടക്കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം പോലീസ് ഇപ്പോൾ കുഴിച്ച് പരിശോധിക്കാനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ്. ഒരു പക്ഷേ ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ അത്തരം നടപടികളിലേക്ക് പോലീസ് കടക്കുമെന്ന ഒരു വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ നാളെ രാവിലെ മുതൽ തന്നെ ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടുന്ന സ്ഥലങ്ങളിൽ പരിശോധന നടത്താൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്നു. അതിന്റെ നടപടികളുമായി പോലീസ് മുന്നോട്ട് പോകുന്നതെന്നാണ് ധർമ്മസ്ഥലയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. എന്തായാലും വർഷങ്ങളായുള്ള ആക്ഷൻ കമ്മിറ്റിയുടെയും അതുപോലെ തന്നെ ഒരുപാട് അമ്മമാരുടെയും സഹോദരിമാരുടെയും അച്ഛന്മാരുടെയും ആ ഒരു ആവശ്യം, അവരുടെ ഇതുവരെയുള്ള ആവശ്യം അത് ഏതായാലും നടക്കാൻ പോകുന്നു. അത്തരം നടപടികളിലേക്ക് ഒടുവിൽ പോലീസ് കടക്കാൻ പോകുന്നു. ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ, അദ്ദേഹത്തിന്റെ മജിസ്ട്രേറ്റ് മുന്നിൽ നേരിട്ട് ഹാജരായുള്ള ഈ മൊഴി നൽകൽ, ഒപ്പം കോടതിയുടെ ഇടപെടൽ, ഇതിൽ ഏറ്റവും നിർണായകമായിരിക്കുന്നത് ഇപ്പോൾ കോടതിയുടെ ഇടപെടൽ തന്നെയാണ്. കോടതി കൃത്യമായി പോലീസിന് നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഈ ശുചീകരണ തൊഴിലാളി കാട്ടിക്കൊടുക്കുന്ന സ്ഥലങ്ങൾ അവിടെ പരിശോധന നടത്തണം. പ്രത്യേകിച്ച് നേരത്തെ ആരും സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അസ്ഥികൂടം, നമ്മൾ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട ആ അസ്ഥികൂടം അവിടെ ഒരു തെളിവിനായാണ് അദ്ദേഹം രഹസ്യമായി എത്തി രാത്രി, കാരണം പകൽ നേരങ്ങളിൽ അവിടെ കടക്കാനോ അത്തരത്തിൽ ഇത് പുറത്തെടുക്കാനോ കഴിയാത്തൊരു സാഹചര്യമാണ്. വലിയ നിരീക്ഷണമാണ് അവിടെ ഉള്ളത്. ഈ ആളുകളൊക്കെ ഇവരുടെ ആളുകൾ അവിടെ അത്തരത്തിൽ നമ്മൾ എത്തിയപ്പോഴും അത്തരത്തിൽ ആളുകളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രാത്രി വളരെ രഹസ്യമായി നമ്മളടക്കം പോയാണ് ആ അസ്ഥികൂടം പുറത്തേക്ക് എടുത്തതും. ആ അസ്ഥികൂടമാണ് കോടതിയിൽ ഹാജരാക്കിയത്. കോടതി മജിസ്ട്രേറ്റ് ചോദിച്ചു, എന്തിനാണ് ഈ അസ്ഥികൂടം കോടതിയിലേക്ക് കൊണ്ടുവന്നതെന്ന് ചോദിച്ചപ്പോൾ കൃത്യമായി ശുചീകരണ തൊഴിലാളി അതിന് മറുപടി നൽകി. ഇത് തെളിവിനായാണ്, ഞാൻ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കാൻ വേണ്ടിയാണ്. 100 മൃതദേഹം, അത് തനിക്ക് എവിടെയെല്ലാം അറിയാം, കൃത്യമായി സ്ഥലം അറിയാം, അത് താൻ കൃത്യമായി കാട്ടിത്തരാം, അത് പുറത്തേക്ക് എടുക്കണം, ഈ കുടുംബത്തിന് നീതി ലഭിക്കണം. എന്തായാലും താൻ ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തി തന്നെ കൊണ്ട് ഈ ഒരു കാര്യം ചെയ്യിപ്പിച്ചു. അത് വലിയ മാനസിക പ്രശ്നമാണ്, മാനസിക സമ്മർദ്ദത്തിന് ഇടയാക്കിയത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സത്യം തുറന്നു പറയുന്നത്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇദ്ദേഹം കോടതിയിൽ 164 പ്രകാരം മൊഴി നൽകിയിട്ടുണ്ട്. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ പ്രതികളായവരെ കുറിച്ചുള്ള സൂചനകളും ഇയാൾ നൽകിയിട്ടുണ്ട് എന്ന് തന്നെയാണ്. ഒരുപക്ഷെ വൈകാതെ തന്നെ ഇവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ കഴിഞ്ഞേക്കാം. അങ്ങനെയാണ് ആക്ഷൻ കമ്മിറ്റിയും പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ന് വൈകിട്ടോ അതല്ലെങ്കിൽ നാളെയോ മൃതദേഹാവശിഷ്ടങ്ങൾ പരിശോധന നടത്താൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്നു. അതിനുള്ള തയ്യാറെടുപ്പ് ഇപ്പോൾ ധർമ്മസ്ഥലയിൽ ആരംഭിച്ചിരുന്നു. കൂടുതൽ പോലീസിനെ മംഗളൂരിൽ നിന്നും ഈ ഭാഗത്തു നിന്നുമൊക്കെ ബെൽത്തങ്ങാടിയിൽ നിന്നുമൊക്കെ ധർമ്മസ്ഥലയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ നടപടികളിലേക്ക് പോലീസ് കടക്കുകയാണ്. ഇനി അത് ഏത് രീതിയിലായിരിക്കും അത് പരിശോധന നടത്തുക, അവിടെ പ്രവേശനം ഉണ്ടാകുമോ എന്നൊക്കെ കാര്യങ്ങൾ അറിയാൻ ഏതായാലും വലിയ മരങ്ങൾ നിറഞ്ഞ ഒരു പ്രദേശമാണ്, ഭീതിപ്പെടുത്തുന്ന ഒരു സ്ഥലമാണ്. അതായത് ശ്മശാന സമാനമായ ഒരു സ്ഥലം. നമ്മൾ അവിടെ എത്തിയപ്പോൾ നമുക്ക് അങ്ങനെയാണ് തോന്നിയത്. അത്തരത്തിൽ ഒരുപാട് മൃതദേഹങ്ങൾ കിടക്കുന്ന ഒരു സ്ഥലം. ആ സ്ഥലം കുഴിച്ച് പരിശോധിക്കാൻ പോലീസ് പോകുന്നു. ഏറ്റവും ഒടുവിലായി വലിയ തോതിലുള്ള പ്രതിഷേധങ്ങളും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ന്യൂസ് 18 ഇത് നിരന്തരം റിപ്പോർട്ട് ചെയ്യുന്നതും ഇത്തരം പ്രതിഷേധവുമായി ഇവർ എത്തുന്നതും ഇതിനെല്ലാം ഫലമായി ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ആ പരിശോധന നടത്താൻ പോകുന്നു. ഇനി എത്ര മൃതദേഹങ്ങൾ അല്ലെങ്കിൽ എത്ര മൃതദേഹ അവശിഷ്ടങ്ങൾ ഇവിടുന്ന് കണ്ടെത്താൻ കഴിയും, അതാണ് ഇനി ഏറ്റവും പ്രധാനം. അത് ആരുടെയൊക്കെയാണ്, ഏതൊക്കെ ആളുകളുടെ കണ്ടെത്താനുണ്ട്. അത്തരത്തിൽ ഒരുപാട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ദുരൂഹതകൾ ബൈജു സൂചിപ്പിച്ചതുപോലെ തന്നെ നിഗൂഢതയും ദുരൂഹതയും ഒക്കെ ഈ കേസിൽ വല്ലാതെ അവശേഷിക്കുകയാണ് എന്നതാണ് സാഹചര്യം. ബൈജു സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്, നമ്മൾ നിരന്തരം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബൈജു ധർമ്മസ്ഥലയിൽ പോയി അവിടുത്തെ നേരിട്ടുള്ള സാഹചര്യം, അവിടുത്തെ ജനങ്ങളുടെ പ്രതികരണങ്ങൾ, ആക്ഷൻ കമ്മിറ്റിയുടെ പ്രതികരണം ഒക്കെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചു. നമ്മൾ രാവിലെയും ഈ വാർത്ത ചർച്ചയ്ക്കെടുത്തിരുന്നു. അവിടെ നിന്നുള്ള ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള ജയന്ത്, ഈ ആക്ഷൻ കമ്മിറ്റിയുടെ പ്രതിനിധിയായിട്ടുള്ള ജയന്ത് പ്രതികരിച്ചിരുന്നു. മറ്റൊരു ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള രമാ നാഗരാജ് പ്രതികരിച്ചിരുന്നു. അവരൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇത്രയും വർഷം ഈ കേസ് ഇരുൾ മൂടി കിടന്നതും ഇത്രയും അധികം ആളുകളെ, സ്ത്രീകളെ കൊല ചെയ്യപ്പെട്ടിട്ടും ആ കേസ് അവരുടെ അന്വേഷണം എങ്ങോട്ടും എത്താതിരുന്നതും പുറം ലോകത്തേക്ക് എത്താതിരുന്നതും ഒക്കെ ഈ പ്രതികൾക്ക് ഉള്ള വലിയ സ്വാധീനത്തിന് പുറത്താണ്. അത് പണത്തിൻ്റെ പേരിലുള്ള സ്വാധീനമുണ്ട്, അവർക്ക് രാഷ്ട്രീയപരമായി സ്വാധീനമുണ്ട്. അത് ഒരു പാർട്ടിയെ കേന്ദ്രീകരിച്ചുള്ള സ്വാധീനമല്ല. കർണാടകയെ എടുത്തു നോക്കുമ്പോൾ അവിടെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾക്കും ഇതുമായി ബന്ധമുണ്ട്, അല്ലെങ്കിൽ അവർ ഈ പ്രതികളെ പിന്തുണയ്ക്കുന്നുണ്ട് എന്ന ഗുരുതരമായ ആരോപണമാണ് ഉന്നയിക്കുന്നത്. ഈ അന്വേഷണം ആ തരത്തിലൊക്കെ നീളുന്നുണ്ടോ ഈ ഘട്ടത്തിലെങ്കിലും ബൈജു?
തീർച്ചയായും അത്തരത്തിലേക്കാണ് ഈ അന്വേഷണം നടക്കുന്നതെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് മംഗളൂരു ദക്ഷിണ കന്നഡ SP അരുൺ അദ്ദേഹമാണ് ഈ കേസിന്റെ ഏറ്റവും ചുക്കാൻ പിടിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വളരെ വേഗത്തിൽ ഇപ്പോൾ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുന്നത്. നേരത്തെ പോലീസൊക്കെ ഇവരുടെ കയ്യിലായിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയൊരു ഗ്യാങ് ഈ പരിസരത്തുണ്ട്. നമ്മൾ അവിടെ എത്തുമ്പോൾ തന്നെ നമുക്കത് കാണാൻ സാധിക്കുമായിരുന്നു. പല മേഖലകളിൽ പല സ്ഥലങ്ങളിൽ ഇവരുടെ ആളുകൾ നിരീക്ഷിക്കാനും ഏതെങ്കിലും തരത്തിൽ ഇത്തരം വാർത്തകൾ പുറത്തു വരുന്നുണ്ടോ എന്ന് അറിയാനും ഒക്കെ ഉണ്ടായിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനം കന്നഡ മാധ്യമങ്ങളിലൊന്നും ഈ വാർത്ത വരാത്ത രീതിയിൽ അവർക്ക് അത് ആ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റി. പണവും വലിയ സ്വാധീനവും ഉപയോഗിച്ചാണ് ഇത്രയും നാൾ ഇവർ ഇത്തരം നീച പ്രവർത്തികൾ ചെയ്തത്. ഏതായാലും അത് ഈ മംഗളൂരുവിലെ ദക്ഷിണ കന്നഡ SP അരുൺ അദ്ദേഹത്തെ എടുത്തു പറയേണ്ടി വരും. അത് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളും പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ശ്രമഫലമായാണ് ഇപ്പോൾ വളരെ വേഗത്തിൽ കാര്യങ്ങൾ നീങ്ങുന്നത്. ഒപ്പം കോടതിയുടെ ഇടപെടലും. ഈ ശുചീകരണ തൊഴിലാളി അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു തനിക്ക് ജീവഭയമുണ്ട്, തനിക്ക് ഈ സത്യം വെളിപ്പെടുത്തുന്നവരെ ജീവിച്ചിരിക്കണം, അതിനുശേഷം തനിക്ക് മരണപ്പെട്ടാലും പ്രശ്നമില്ല, പക്ഷേ ഈ സത്യം പുറത്തു കൊണ്ടുവരണം. ഇനി അഥവാ താൻ ഏതെങ്കിലും തരത്തിൽ കൊല്ലപ്പെടുകയാണെങ്കിൽ ഇതിന്റെ മുഴുവൻ തെളിവുകളും തന്റെ അഭിഭാഷകന് കൈമാറിയിരിക്കുന്നു. അത് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. എന്തായാലും അദ്ദേഹത്തിന്റെ ആ ഒരു സ്ഥലം അദ്ദേഹത്തിന് കൃത്യമായ സ്ഥലം അറിയാം. കാരണം നമ്മൾ അദ്ദേഹവുമായി സംസാരിച്ചിരുന്നു. സത്യം കഴിഞ്ഞ ദിവസം പോയപ്പോൾ അദ്ദേഹത്തെ നേരിട്ട് കാണുകയും സംസാരിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്നും അതൊക്കെ നമുക്ക് കാണാമായിരുന്നു. ഓരോ ഗ്രാമത്തിലുള്ളവർ, ധർമ്മസ്ഥലയിലുള്ളവർ വലിയ ഭയപ്പാടോടുകൂടിയാണ് ഓരോ വീടുകളിലും കഴിയുന്നത്. ഇപ്പോഴും അവർക്ക് ആ ഭയം അത് വിട്ടുമാറുന്നില്ല. കാരണം അത്രത്തോളം ക്രൂരമായ കൊലപാതകങ്ങളാണ് നടന്നത്. 3ഉം 4ഉം പേര് ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തുക, അതിനുശേഷം മൃതദേഹ അവശിഷ്ടം പോലും എല്ലും അസ്ഥികൂടമായാണ് മൃതദേഹം തിരിച്ചു കിട്ടുന്ന സാഹചര്യമുണ്ടായത്. ഒരുപാട് പേർക്ക് എവിടെയാണ് പോയത്, നമ്മുടെ മക്കൾ എവിടെയാണ് പോയതെന്ന് പോലും അറിയാത്ത ഒരുപാട് പേരെ അവരെ നമ്മൾ കണ്ടു. ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ തയ്യാറാവാത്ത ഒരുപാട് പേരെ കണ്ടു. ഒരു CBI ഓഫീസറായ ഒരു സ്ത്രീയുടെ മകളെ, അവിടെ MBBS പഠിക്കുന്ന മകളെ അതിക്രൂരമായി കൊലപ്പെടുത്തുകയും ഈ സ്ത്രീയെ വലിയ തോതിൽ ബലാത്സംഗം ചെയ്യുന്ന സാഹചര്യമുണ്ട്. അവർ ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ തയ്യാറായിട്ടില്ല. പലരോടും നമ്മൾ സംസാരിച്ചിരുന്നു. അവരൊക്കെ പൊട്ടിക്കരയുകയായിരുന്നു. ഈ സൗജന്യയുടെ അമ്മ, അവരുടെ അമ്മ നമ്മൾ സംസാരിച്ചിരുന്നു. അവർ പറയുന്നതാണ് നമുക്ക് നീതി ലഭിക്കണം, ഇത്തരം ക്രൂരകൃത്യങ്ങൾ ചെയ്തവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം, ഇനിയൊരു സംഭവം ഇത്തരത്തിൽ ഒരിടത്തും ഉണ്ടാകരുത്, അതിനുള്ള കൃത്യമായ ശിക്ഷ ഈ ഒരു സംഭവത്തിനുണ്ടാകണം. അത് തന്നെയാണ് അവർ പറയുന്നത്. കാരണം പുറത്ത് ഇതെല്ലാം ആത്മഹത്യകളായാണ് മാറുന്നത്. ഈ കാലും കൈയും കെട്ടിയിട്ട് ഒരു അസ്ഥികൂടം ഇത്തരത്തിൽ ലഭിച്ചപ്പോൾ അതൊരു സൂയിസൈഡ്, ഒരു ആത്മഹത്യ എന്ന നിലയിലായിരുന്നു. അങ്ങനെ ഓരോ മരണങ്ങളും ആത്മഹത്യയായി മാറുന്ന സാഹചര്യമായിരുന്നു നമ്മൾ ധർമ്മസ്ഥലയിൽ കണ്ടത്. അവിടെ ഓരോ ഭാഗങ്ങളിലും പോകുമ്പോഴും വലിയ തോതിൽ ഈ വനപ്രദേശമാണ്. ഒരുപാട് വനപ്രദേശത്തൊക്കെ വിജനമായ സ്ഥലമാണ്. സത്യത്തിൽ നിരീക്ഷിക്കാൻ ഒരുപാട് പേര് നമ്മളെ രാത്രി തങ്ങാൻ പോലും അവിടെ കഴിയാത്ത സാഹചര്യം. കാരണം ഈ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ തന്നെ പറയുന്നുണ്ട് രാത്രി സുരക്ഷിതമല്ല എന്നത്. കാരണം നമ്മളൊക്കെ അവരുടെ ലിസ്റ്റിലുള്ളതാണ്. അത്രത്തോളം അവർക്ക് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് നിരന്തരം വാർത്ത റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ആ രീതിയിൽ വലിയ തോതിലുള്ള ആ ഒരു ഭീഷണി അവിടെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അതെ, ബൈജുവിനെ സംബന്ധിച്ചും അവിടെ ആ ധർമ്മസ്ഥലയിൽ എത്തി ഈ സംഭവങ്ങൾ നേരിട്ട് റിപ്പോർട്ട് ചെയ്യുക എന്നത് വലിയ ദുഷ്കരമായ ഒരു ടാസ്ക് തന്നെയായിരുന്നു. അവിടെ നിന്ന് മോശം അനുഭവം ഉണ്ടായിട്ടുമുണ്ട്. നമുക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്കും എത്തേണ്ടതുണ്ട്. നോക്കൂ, ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അവിടെയുള്ള ആക്ടിവിസ്റ്റുകളും ഇപ്പോൾ ബൈജുവും സൂചിപ്പിച്ചതൊക്കെ പോലെ തന്നെ കർണാടകയിലെ മാധ്യമങ്ങൾ പോലും ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ ഭയപ്പെടുന്നുണ്ട്. അവിടുത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പോലും ഈ വിഷയം കൈകാര്യം ചെയ്യാനും കേസ് അന്വേഷിക്കാനും ഒക്കെ തുടക്കം മുതൽ തന്നെ ഭയപ്പെട്ടിരുന്നു. അപ്പോൾ അത്രത്തോളം ഇൻഫ്ലുവൻസ് ഉള്ള ആളുകളാണ് ഈ കൃത്യത്തിനെല്ലാം പിന്നിൽ എന്നതാണ് സാഹചര്യം. നേരത്തെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മളോട് രാവിലെ സംസാരിക്കുമ്പോൾ ആക്ടിവിസ്റ്റായിട്ടുള്ള രമാ നാമഗ്രാജ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ചില പേരുകളൊക്കെ അദ്ദേഹം ധൈര്യപൂർവ്വം ഉയർത്തിക്കാട്ടുന്നുണ്ടായിരുന്നു ഈ ഘട്ടത്തിൽ. അത് പക്ഷേ ഒരു ആരോപണമായി മാത്രമേ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുകയുള്ളൂ എങ്കിൽ പോലും അന്വേഷണ സംഘം പ്രാഥമികമായി എന്തെങ്കിലും സൂചനകൾ, ആരാണ് ഇതിന് പിന്നിൽ, ആരൊക്കെയാണ് ആ പ്രതികൾ, ഏതാണ് ആ ഗ്യാങ് എന്നതിനെ സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ സൂചനകൾ കൈമാറുന്നുണ്ടോ ബൈജു? ആര്യ, കൃത്യമായി പോലീസിന് ആരാണ് ഇതിന് പിന്നിൽ എന്നൊക്കെ കാര്യങ്ങളെല്ലാം കൃത്യമായി പോലീസിന് അറിയാം. ഇതുവരെ
പോലീസിനെ സ്വാധീനിച്ച് ഈ കേസ് വഴിതിരിച്ചു വിടുന്ന സാഹചര്യമുണ്ട്. അതിൽ ഏറ്റവും വലിയ ഉദാഹരണം 2012 നടന്ന സൗജന്യ കൊലപാതക കേസ് തന്നെയാണ്. സൗജന്യ എന്ന് പറയുന്ന +1 പഠിക്കുന്ന വിദ്യാർത്ഥി ആ യൂണിഫോമോടുകൂടി വീട്ടിലേക്ക് വരുന്ന സമയത്താണ് ഇത്തരത്തിൽ ബലാത്സംഗത്തിനിരയാകുന്നത്. ആ ബലാത്സംഗത്തിനിരയാകുന്ന സമയത്ത് ഇവർ ഒരു ബസ് സ്റ്റോപ്പിൽ നിന്നാണ് ഇവരെ തട്ടിക്കൊണ്ടുപോയത്. പിറ്റേ ദിവസം അവിടെ CCTV ക്യാമറ ഉൾപ്പെട്ട ഒരു ബസ് സ്റ്റോപ്പാണ്. അവിടെ ഞാൻ ആ സ്ഥലത്ത് പോയിരുന്നു. അവിടെ ആ ബസ് സ്റ്റോപ്പേ കാണാനില്ല. പിറ്റേ ദിവസം ആ ബസ് സ്റ്റോപ്പ് പോലും അവിടുന്ന് അപ്രത്യക്ഷമായിരിക്കുന്നു. അത്തരത്തിൽ തെളിവുകൾ നശിപ്പിക്കുകയും പോലീസിൽ വലിയ സ്വാധീനം ഉപയോഗിച്ച് എല്ലാ തെളിവുകളും മാറ്റിമറിക്കുന്ന രീതിയിലായിരുന്നു കാര്യങ്ങൾ പോകുന്നത്. നിസാരമല്ല, ഒരു ശുചീകരണ തൊഴിലാളി 100ഓളം മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ ആളുകൾ ഉപയോഗിച്ച് ഇവർ ഇത്തരത്തിൽ മറ്റു മൃതശരീരങ്ങളും മറവ് ചെയ്തിട്ടുണ്ടാകും. ലഭിക്കാത്ത മിസ്സിംഗ് കേസുകൾ ഒരുപാട്, തിരോധാന കേസുകൾ ഒരുപാട് ഉണ്ട്. അതൊക്കെ കണക്കുകൾ നോക്കിയാൽ 484 കേസ് പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അതായത് ഇത്തരത്തിൽ ദുരൂഹ മരണം സംബന്ധിച്ച് 484 കേസുകൾ വിവരാവകാശ നിയമപ്രകാരം തന്നെ നമുക്ക് ലഭിച്ചിരിക്കുന്നു. അതും 10 വർഷത്തിനിടയിലാണ്. 2012 വരെയുള്ള കാലയളവിലാണ്. അത്രത്തോളം ഇതിൽ പലതും സൂയിസൈഡ് എന്നാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മറ്റത് മിസ്സിംഗ്, തിരോധാനം, അങ്ങനെ പല അസ്വാഭാവിക മരണം എന്നൊക്കെയുണ്ട്. പക്ഷെ ഒരു പ്രതികളെ പോലും ഈ സംഭവത്തിൽ ഒന്നും പിടികൂട്ടിയിട്ടില്ല. ഈ സൗജന്യ വധക്കേസിൽ തന്നെ ഒരു നിരപരാധിയാണ് കൊടുക്കുകയെന്ന് കുടുംബം തന്നെ പറയുന്നുണ്ട്. മാനസിക വൈകല്യമുള്ള ഒരാളെ അയാളുടെ താമസ സ്ഥലത്തു നിന്നുള്ള വസ്ത്രങ്ങളും മറ്റും ഈ മൃതശരീരത്തിന് ഇടുകയും അയാൾ അറസ്റ്റ് ചെയ്യിപ്പിക്കുന്നതായുണ്ടായി. ഒടുവിൽ ഈ കോടതി അദ്ദേഹത്തെ വെറുതെ വിടുന്ന സാഹചര്യം ഉണ്ടായി. അത് കൃത്യമായി സൗജന്യയുടെ അമ്മ അവർ സംസാരിച്ചു. അവർ പറയുന്നത് ഇതിൽ യഥാർത്ഥ പ്രതികളല്ല 4 പേർ ചേർന്ന് ഇത്തരത്തിൽ അതിക്രൂരമായാണ് കൊലപ്പെടുത്തിയെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലും ഉണ്ടായിരുന്നു. എന്നിട്ട് ഒരു പ്രതിയെ മാത്രം ഇത്തരത്തിൽ പിടിക്കുന്ന സാഹചര്യമാണ്. അത്തരത്തിൽ ഈ ശുചീകരണ തൊഴിലാളിയും ഈ കൊലപാതകം ഒക്കെ ചെയ്തത് ശുചീകരണ തൊഴിലാളി ആണെന്ന് വരുത്തി തീർക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് ഇത്തരത്തിൽ മൃതദേഹങ്ങളെല്ലാം കുഴിച്ചിടാൻ ഇയാൾ ഉപയോഗിച്ചത്. അത് അദ്ദേഹം കൃത്യമായി ആ മൊഴിയിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ നേരത്തെ ആര് സൂചിപ്പിച്ചതുപോലെ തന്നെ പോലീസിനെ അറിയുക മാത്രമല്ല, കോടതിയിൽ ഈ ശുചീകരണ തൊഴിലാളി കൃത്യമായ ഈ പ്രതികളെ കുറിച്ച് തന്നെ ഏൽപ്പിച്ച, അതായത് ഇത്രയും മൃതദേഹങ്ങൾ 100ഓളം മൃതദേഹങ്ങൾ കുഴിച്ചു മൂടാൻ ഏൽപ്പിച്ചവരെ കുറിച്ച് കൃത്യമായി ഈ ശുചീകരണ തൊഴിലാളി മൊഴി നൽകിയിട്ടുണ്ട്. ഏതായാലും അതിലൊക്കെ ഏറ്റവും നിർണായകമാവുക ഈ മൃതദേഹങ്ങൾ ഇയാൾ ചൂണ്ടിക്കാട്ടിയ സ്ഥലങ്ങളിൽ കുഴിച്ച് പരിശോധന നടത്തുകയും ഇത്തരത്തിൽ കൂടുതൽ മൃതശരീരങ്ങൾ പുറത്തേക്കെടുക്കുകയും അതിന്റെ അവശിഷ്ടങ്ങൾ പുറത്തെടുക്കുകയും ചെയ്തതാണ്. എന്തായാലും ഒരു മൃതദേഹം അദ്ദേഹം കൃത്യമായ ഒരു സ്ഥലം വളരെ വേഗത്തിൽ തന്നെ പറയുകയും അവിടെ കുഴിച്ചെടുക്കുമ്പോൾ അത് ഒരു അസ്ഥികൂടം മാത്രമായി ലഭിക്കുന്ന സാഹചര്യവും ഉണ്ടായി. അത്തരത്തിൽ ഇദ്ദേഹം അത് കൃത്യമായി താൻ പറയുന്നത് കളവല്ല, സത്യമാണെന്ന് അറിയിക്കാൻ വേണ്ടിയാണ് അത്തരത്തിൽ രാത്രി പോയി അവിടെ ഏതെങ്കിലും തരത്തിൽ പകൽ പോയി അങ്ങനെ പരിശോധിക്കാൻ ഒന്നും പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ കോടതിയും ഈ കാര്യത്തിൽ വലിയ തോതിൽ ഇടപെടൽ നടത്തിയിരിക്കുന്നത്. കോടതിക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ലഭിച്ച തലയോട്ടി ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. പോലീസിന്റെ സംരക്ഷണയിലാണ് ഇപ്പോൾ ഈ ശുചീകരണ തൊഴിലാളി ഉള്ളത്. അദ്ദേഹം നേരത്തെ തന്നെ അത് ആവശ്യപ്പെട്ടിരുന്നു. പോലീസ് തനിക്ക് സംരക്ഷണം നൽകിയാൽ താൻ മൊഴി നേരിട്ട് വന്ന് നൽകാമെന്ന്. അങ്ങനെയാണ് ഇന്നലെ വൈകിട്ട് 4 മണിയോടുകൂടി ബൽത്തങ്ങാടി കോടതിയിലെത്തുകയും കൃത്യമായ ഈ കാര്യങ്ങളെല്ലാം അദ്ദേഹം വിവരിക്കുകയും ചെയ്തത്. അഭിഭാഷകരെ ഇയാൾക്കൊപ്പം മൊഴി നൽകുമ്പോൾ ഇത്തരത്തിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞു. പക്ഷെ അത് മജിസ്ട്രേറ്റ് ഒറ്റയ്ക്കുള്ള മൊഴി 164 പ്രകാരം ഒറ്റയ്ക്കുള്ള മൊഴിയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും വളരെ വൈകാതെ തന്നെ ഇത്തരം വളരെ നിർണായകമായ കാര്യങ്ങൾ ഈ ധർമ്മസ്ഥലയിൽ നിന്ന് നമുക്ക് പുറത്ത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പറ്റും. ഏതായാലും അത് തന്നെയാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നതും ആക്ഷൻ കമ്മിറ്റിയും കാത്തിരിക്കുന്നതും. ആര്യ, തീർച്ചയായും KV ബൈജു ആണ് വിശദാംശങ്ങളുമായി ചേർന്നത്. എന്തായാലും നമ്മൾ സിനിമയിലോ കഥകളിലോ പോലും കേട്ടോ കണ്ടോ പരിചയമില്ലാത്ത അത്ര പൈശാചികമായ കൊലപാതക പരമ്പരയുടെ കൂടുതൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഓരോ ദിവസവും ധർമ്മസ്ഥലയിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും KV ബൈജു, ന്യൂസ് 18 വാർത്താ സംഘം ഈ വാർത്തയ്ക്ക് പിന്നാലെ തന്നെയുണ്ട്. ഏറ്റവും പുതിയ അപ്ഡേറ്റ്സുകൾ അപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ തന്നെയാണ് ന്യൂസ് 18 ശ്രമിക്കുന്നത്. മറ്റൊരു വാർത്തയിലേക്ക് കടന്നാൽ ഒരു ദുഃഖകരമായ വാർത്തയാണ് വരുന്നത്. പാലക്കാട് പുൽപ്പള്ളിയിൽ കാർ പൊട്ടിത്തെറിച്ച് ഉണ്ടായ അപകടത്തിൽ പരുക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന കുട്ടി മരിച്ചു. 4 വയസ്സുകാരി എംലീന മരിയ മാർട്ടിനാണ് മരിച്ചത്. അമ്മ LC മാർട്ടിനും മൂത്ത കുട്ടിയും അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഇന്നലെ വൈകിട്ടായിരുന്നു നാടിനെ നടുക്കിയ സംഭവം. കാറ് കുറച്ച് പഴക്കം ചെന്ന കാറായിരുന്നു. അപ്പോൾ ആ കാറ് ഇടയ്ക്ക് നിൽക്കാറൊക്കെ ഉണ്ടായിരുന്നാണ് പറഞ്ഞു കേട്ടത്. പക്ഷേ കാർ ഇവർ തന്നെ ഡ്രൈവ് ചെയ്ത് ഈ മാർട്ടിന് സുഖമില്ലാത്തപ്പോഴും അവർ തന്നെയാണ് അത് കൊണ്ടുപോയിരുന്നത്. അങ്ങനെ ഒരു കോൺഫിഡൻസ് അവർക്ക് ഉണ്ടായിരുന്നിരിക്കണം. അപ്പോൾ ഇന്നലെ ആ ഒരു കുട്ടി അമ്മയുടെ അടുത്ത് പറഞ്ഞ അമ്മ മണം വരുന്നുണ്ടല്ലോ എന്ന് പറയുന്നുണ്ടായിരുന്നു.
പക്ഷെ അതവർ കാര്യമാക്കിയിട്ടില്ല. നേരത്തെ ഒരു പക്ഷേ അങ്ങനെ ഉണ്ടായിരുന്നിട്ടുണ്ടാവാം. അപ്പോൾ അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് പിന്നെ ഇത് സ്റ്റാർട്ട് ചെയ്തു. ബാക്കിൽ നിന്നാണ് കത്ത് പിടിച്ചത്. ബാറ്ററി ഷോർട്ട് സർക്യൂട്ടാണ് കാർ പൊട്ടിത്തെറിക്കാൻ കാരണമായത് എന്നാണ് ഫയർഫോഴ്സിന്റെ പ്രാഥമിക നിഗമനം. കുടുംബത്തിന്റെ ചികിത്സാ ചെലവ് സർക്കാർ ഏറ്റെടുക്കുമെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. ഭാവിയിൽ നാളെ ഒരു തീപ്പൊള്ളലൊക്കെ ആയിട്ടുള്ളൊരു പാടൊന്നും ഇല്ലാതെ കഴിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അത് നമുക്ക് ചിലവ്, ആശുപത്രിയുടെ ചിലവ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ കൊടുക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ അഭ്യർത്ഥിക്കും. തീർച്ചയായിട്ടും അത് കിട്ടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്താനാണ് മോട്ടോർ വാഹന വകുപ്പിന്റെയും പോലീസിന്റെയും തീരുമാനം. പ്രജിത്ത് കോങ്ങാട് കൂടുതൽ വിവരങ്ങളുമായി പാലക്കാട് നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. പ്രജിത്ത്, നമ്മളെല്ലാം ഏറെ ഞെട്ടിച്ച ഒരു വാർത്തയായിരുന്നു. ഇപ്പോൾ അതിനൊടുവിൽ ഏറ്റവും ദുഃഖകരമായ ഒരു വാർത്ത കൂടി തേടിയെത്തിയിരിക്കുകയാണ്. പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഒരു കുട്ടി മരിച്ചു എന്നുള്ളത്. അമ്മയും മൂത്ത കുട്ടിയും ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. ഈ അന്വേഷണം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? അവരുടെ രണ്ടുപേരുടെയും ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ കൂടി. ആര്യ, വളരെ സങ്കടകരമായ കാര്യമാണ്. 55 ദിവസം മുമ്പാണ് ആര്യ ഈ കണ്ണാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ നഴ്സായ എൽസി മാർട്ടിന്റെ ഭർത്താവ് മരിക്കുന്നത്. അതിനുശേഷം മക്കൾക്കൊപ്പം പൊൽപ്പുള്ളി പൂളക്കാട്ടിലെ വീട്ടിൽ കഴിയുന്നതിനിടെയാണ് ഈ എൽസിക്ക് അസുഖം ബാധിച്ച് ഒരു ശസ്ത്രക്രിയ കഴിയുന്നത്. ശസ്ത്രക്രിയ കഴിഞ്ഞ് അതിന്റെ റെസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഇന്നലെയാണ് തിരികെ ആശുപത്രിയിലേക്ക് ജോലിയിൽ പ്രവേശിപ്പിച്ചത്. വൈകിട്ട് വന്ന ശേഷം കുട്ടികൾക്ക് ആഹാരവും പുറത്തുപോയി ആഹാരം കഴിക്കാൻ വാങ്ങിച്ചു തരാം എന്ന് പറഞ്ഞ് മക്കളെയും കൂട്ടി പുറത്തു പോകാൻ വേണ്ടി വീട്ടുമുറ്റത്തുണ്ടായിരുന്ന കാർ സ്റ്റാർട്ടാക്കിയപ്പോഴാണ് കാർ പൊട്ടിത്തെറിച്ചത്. അപ്പോ ആ കാർ അപകടത്തിൽ എൽസിയും മൂത്ത മക്കളായ 6 വയസ്സുകാരനായ ആൽഫ്രഡ് മാർട്ടിനും 4 വയസ്സുകാരി എലീമ മാർട്ടിനാണ് ഇപ്പോൾ മരണപ്പെട്ടു പോയിരിക്കുന്നത് മരിച്ചിരിക്കുന്നത് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ എൽസിയുടെയും പൊള്ളൽ 90% അധികമാണ്. 40% മൂത്ത മക്കൾക്ക് മാത്രമാണ് 40%-ലേറെ പൊള്ളലുണ്ടെങ്കിലും ആരോഗ്യനില സ്റ്റേബിളായി തുടരുന്നു എന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. പ്രജിത്ത് കോങ്ങാടാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. പാലക്കാട് പുൽപ്പള്ളിയിൽ കാർ പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ 4 വയസ്സുകാരി മരിച്ചു. എംലീന മരിയ മാർട്ടിനാണ് മരിച്ചത് എന്ന ദുഃഖകരമായ വാർത്തയാണ് നമ്മളെ തേടിയെത്തിയത്. അമ്മ എൽസി മാർട്ടിനും മൂത്ത കുട്ടിയും ഇപ്പോഴും അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരുകയാണ്. ബാറ്ററിയുടെ ഷോർട്ട് സർക്യൂട്ടാണ് ഈ അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. എന്തായാലും അന്വേഷണം വിശദമായി പുരോഗമിക്കുകയാണ്. മറ്റൊരു വാർത്തയിലേക്ക് എത്തിയാൽ, കാസർഗോഡ് സ്കൂളുകളിൽ വിദ്യാർത്ഥികളെ കൊണ്ട് അധ്യാപകരുടെ കാൽ കഴുകിപ്പിച്ച് പാദപൂജ നടത്തിയത് വിവാദത്തിലായിരിക്കുകയാണ്. ജില്ലയിലെ 4 സ്കൂളുകളിലാണ് വിരമിച്ച അധ്യാപകരുടെ കാൽ കഴുകിച്ച് പാദപൂജ നടത്തിയത്. സ്കൂളുകൾക്കെതിരെ SFIയും MSFും രംഗത്ത് വന്നു. നടപടി അപലപനീയമെന്നും സംഭവത്തിൽ വിശദീകരണം തേടുമെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചു. ഇന്ന് കാസർഗോഡും മറ്റേതോ ഒരു സ്ഥലത്തും അങ്ങനെ ഒരു വാർത്ത കണ്ടു, ഫോട്ടോയും പത്രത്തിൽ കണ്ടു. ഏത് വിദ്യാലയമായിരുന്നാലും കുട്ടികളെ കൊണ്ട് കാല് കഴിയിപ്പിക്കുന്നത് കേരളത്തിൻ്റെ സംസ്കാരമല്ല. അതിനെ സംബന്ധിച്ചിടത്തോളം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ ഡയറക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതിനിടെ കണ്ണൂരിലും പാദപൂജ നടക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ശ്രീകണ്ഠാപുരം വിവേകാനന്ദ വിദ്യാപീഠം സ്കൂളിലാണ് സംഭവം. KV ബൈജു കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുകയാണ്. ബൈജു, ഈ പൊതുവിദ്യാലയത്തിലല്ലല്ലോ ഈ ചടങ്ങ് നടന്നത്. എന്തായാലും സംസ്കാരത്തിന്റെ ഒക്കെ പേര് പറഞ്ഞായിരിക്കാം, പൈതൃകത്തിന്റെ ഒക്കെ പേര് പറഞ്ഞായിരിക്കാം ഈ ചടങ്ങ് നടത്തിയത്. പക്ഷേ കുട്ടികളെ കൊണ്ട് ഇത് ചെയ്യിക്കുന്നത് പ്രാകൃതമായി പോയി എന്ന് പറഞ്ഞാൽ തെറ്റായി പോകുമോ? എന്തായാലും വലിയ പ്രതിഷേധം ഉയരുന്നുണ്ടല്ലേ? തീർച്ചയായും ആര്യ, പ്രാകൃതമായ ഒരു ചടങ്ങ് തന്നെയാണ് ഇത്തരത്തിൽ സംഘടിപ്പിച്ചതെന്ന് പറയേണ്ടി വരും. കാരണം നമ്മൾ സാക്ഷരതയിൽ മുന്നോട്ട് എന്ന് പറയുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ഓരോ സംഭവങ്ങൾ വരുന്നത്. അതായത് സ്കൂളിലെ ഈ വിദ്യാർത്ഥികളെ നിലത്ത് മുട്ടുകുത്തിയിരുത്തി കസാരയിലിരിക്കുന്ന അധ്യാപകരുടെ കാലിൽ പൂക്കളും വെള്ളവും തളിച്ച് പൂജ ചെയ്യുന്ന തൊട്ട് വന്ദിക്കുന്ന ഒരു അത്തരത്തിലുള്ള ഒരു ചടങ്ങാണ് സംഘടിപ്പിച്ചത്. അതായത് കാസർഗോഡ് ജില്ലയിലെ 4 സ്കൂൾ, അതോടൊപ്പം കണ്ണൂർ ശ്രീകണ്ഠാപുരത്തെ ഒരു സ്കൂൾ, ബന്തെടുക്ക കക്കച്ചാൽ സരസ്വതി വിദ്യാനികേതൻ, പിന്നെ തൃക്കരിപ്പൂർ ചക്രപാണി വിദ്യാമന്ദിരം, ചീമേനി വിവേകാനന്ദ വിദ്യാമന്ദിരം, കുണ്ടംകുഴി ഹരിശ്രീ വിദ്യാലയം, ഇങ്ങനെ 4 സ്കൂളുകളിലാണ് കാസർഗോഡ് ജില്ലയിൽ ഇത്തരത്തിലുള്ള ഒരു ചടങ്ങ് നടന്നത്. അതോടൊപ്പം ശ്രീകണ്ഠാപുരം വിവേകാനന്ദ വിദ്യാപീഠം സ്കൂളിലും സമാനമായ KV ബൈജു ആണ് വിശദാംശങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ബൈജു, കേൾക്കാമെങ്കിൽ തുടരാം.
ബൈജുവിന്റെ ടെലിഫോൺ ലൈനിൽ ചില സാങ്കേതിക തടസ്സങ്ങൾ നേരിടുന്നുണ്ട്. എന്തായാലും വിഷയത്തിൽ വലിയ പ്രതിഷേധം ഉയരുകയാണ്. പ്രതിഷേധവുമായി SFIയും MSFും ഒക്കെ രംഗത്ത് വന്നിരിക്കുന്ന സാഹചര്യമാണ്. എന്തായാലും ബൈജു സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ വളരെ സാക്ഷര കേരളം, പുരോഗമനപരമായി ഒരുപാട് മുന്നിലൊക്കെ എന്ന് അവകാശപ്പെടുമ്പോഴാണ് കുട്ടികളെ കൊണ്ട് ഇത്തരത്തിൽ പ്രാകൃതമായ ചില നടപടികളൊക്കെ, ചടങ്ങുകളൊക്കെ സ്കൂളുകളിൽ നടത്തിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും തക്കതായ നടപടി എടുക്കുമെന്ന വിദ്യാഭ്യാസ മന്ത്രി ഇതിനോടകം തന്നെ പ്രതികരിച്ചിരിക്കുകയാണ്. KV ബൈജു ആണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. സ്പോട്ട് ലൈവിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം കാണാം ന്യൂസ് 3. KS അശ്വതി ചേരും. നമസ്കാരം.